to this gracious audience. Please welcome him. Alhamdulillah. Wassalatu wassalam ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Awalam yaral ladzina kafaru anna samawati wal arda kanat ratkan fasaknahuma wa ja'alna minal ma'i kulla shay'in hay afala yu'minun. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ഇസ്ലാമിക അഭിവാദ്യം കൊണ്ട് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അല്ലാഹുവിന്റെ കാരുണ്യവും സമാധാനവും അനുഗ്രഹവും നിങ്ങൾ ഏവരിലും വർഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, കേരള സംസ്ഥാനത്തിൽ വീണ്ടും എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു ബഹുമതിയായും കാണുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ആദ്യമായാണ് വരുന്നത്. കുറച്ചു വർഷങ്ങളായി ഇവിടെ സഞ്ചാരിയായി വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ഒരു അതിഥി പ്രാസംഗികനായി എനിക്ക് ഇവിടെ വരുവാൻ സാധിച്ചു. അതിലെനിക്ക് സന്തോഷവുമുണ്ട്. അതൊരു ബഹുമതിയായി കാണുകയും ചെയ്യുന്നു. പക്ഷേ ഈ മനോഹരമായ നഗരം കാണുവാനുള്ള സമയം ചെലവഴിക്കാനായി ഞാനിവിടെ ഉണ്ടാകില്ല എന്നത് സങ്കടകരം തന്നെയാണ്. ഇന്നത്തെ ഈ സായാഹ്നത്തിലെ എന്റെ പ്രഭാഷണ വിഷയം ഖുർആനും ആധുനിക ശാസ്ത്രവും എന്നതാണ്. സർവശക്തനായ ദൈവമായ അല്ലാഹുവിൽ നിന്നും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഏതെങ്കിലും ഒരു ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ആ ഗ്രന്ഥം കാലത്തിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കേണ്ടതുണ്ട്. മുൻപ് പുരാതന കാലങ്ങൾ അത്ഭുതങ്ങളുടെ കാലമായിരുന്നു. അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയട്ടെ, പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. പിന്നീട് സാഹിത്യത്തിന്റെയും കവിതയുടെയും യുഗം വന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അറബി പണ്ഡിതന്മാർ ഒരുപോലെ അവകാശപ്പെടുന്നത് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അറബി സാഹിത്യ ഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ്. ഇന്ന് ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഭൂമി പരന്നതാണ് എന്ന് വളരെ കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ ആധുനിക മനുഷ്യൻ അതിൽ വിശ്വസിക്കുമോ? സ്വാഭാവികമായുമില്ല. ഇന്ന് സാഹിത്യത്തിന്റെയും കവിതയുടെയും യുഗമല്ല, ഇത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും യുഗമാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ ഖുർആൻ ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. പ്രശസ്ത ഊർജ്ജതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറയുകയുണ്ടായി: മതമില്ലാത്ത ശാസ്ത്രം അതൃപ്തികരവും ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആ വചനം ആവർത്തിക്കട്ടെ. പ്രശസ്ത ഊർജ്ജതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറഞ്ഞു: മതമില്ലാത്ത ശാസ്ത്രം അതൃപ്തികരവും ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ എന്നത് ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമല്ല. അതായത് SCIENCE സയൻസ് ഗ്രന്ഥമല്ല, മറിച്ച് അത് SIGNS സയൻസിന്റെ ഗ്രന്ഥമാണ്, അഥവാ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമാണ്. അതായത് അടയാളങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും ഗ്രന്ഥമാണ്. ഖുർആനിൽ 6000-ൽ കൂടുതൽ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറയുന്നതിൽ 1000-ൽ കൂടുതൽ ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നവയാണ്. ഇന്നത്തെ എന്റെ പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളും പരികൽപ്പനകളും ഞാൻ ചർച്ച ചെയ്യുന്നതല്ല. കാരണം ഈ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും പരികൽപ്പനകളുമെല്ലാം തന്നെ പലപ്പോഴും യു ടേൺ എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിൽ സ്ഥാപിതമായ ശാസ്ത്രീയ വസ്തുതകളെ സംബന്ധിച്ച് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഖഗോളശാസ്ത്രത്തിന്റെ മേഖലയിൽ 40 വർഷങ്ങൾക്ക് മുമ്പായി പ്രപഞ്ചം നിലവിൽ വന്നതെങ്ങനെ എന്ന് കണ്ടുപിടിച്ചതിന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർക്ക് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അവരുടെ കണ്ടുപിടുത്തത്തിന് ബിഗ് ബാങ് എന്നാണ് പേര് നൽകിയത്. ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രാരംഭത്തിൽ നമ്മുടെ പ്രപഞ്ചം ഒരു പ്രാഥമിക നെബുല ആയിരുന്നു. തുടർന്ന് ഒരു വിഭജനത്തിന്റെ ഘട്ടമുണ്ടായി, അതായത് ബിഗ് ബാങ് ഉണ്ടായി. അത് കാരണമായി താരസമൂഹങ്ങൾ, താരങ്ങൾ, ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നാം ജീവിക്കുന്ന ഭൂമി ഉൾപ്പെടെ ഉണ്ടായി. ഇതിനെ അവർ ബിഗ് ബാങ് എന്ന് വിളിച്ചു. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കാര്യം ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഖുർആനിലെ അധ്യായം 21 30-ാം വചനം കൊണ്ടാണല്ലോ ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ചത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവലം യറൽ ലസീന കഫറു അന്ന സമവാതി വൽ അർദ കാനത് റത്കൻ ഫഫതഖ്നാഹുമാ. ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? ബിഗ് ബാങ് എന്ന് അവർ വിളിച്ച ഈ വസ്തുത ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഭൂമി പരന്നതാണെന്നായിരുന്നു മനുഷ്യർ കരുതിയിരുന്നത്. അതുകൊണ്ടുതന്നെ കൂടുതൽ മുന്നോട്ട് സാഹസിക സമുദ്രയാത്രകൾ ചെയ്യുമ്പോൾ വീണുപോകുമെന്ന ഭയമുണ്ടായിരുന്നു. 1577 സർ ഫ്രാൻസിസ് ഡ്രേക്ക് ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ച് ആദ്യമായി ഭൂമി ഗോളാകൃതിയിലുള്ളതാണെന്ന് തെളിയിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആനിലെ അധ്യായം 31 29 ഇപ്രകാരം പറയുകയുണ്ടായി: അലം തറ അന്നല്ലാഹ യുലിജുൽ ലൈല ഫിൻ നഹാരി യുലിജുൻ നഹാരി ഫിൽ ലൈൽ. അല്ലാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ലയിപ്പിക്കുക എന്നത് വളരെ പതുക്കെയും പടിപടിയായി നടക്കുന്നതുമായ ഒരു പ്രക്രിയയാണ്. രാത്രി പകലിലേക്ക് വളരെ പതുക്കെയും പടിപടിയായും ലയിക്കുന്നു. പകൽ രാത്രിയിലേക്ക് പതുക്കെയും പടിപടിയായും ലയിക്കുന്നു. ഭൂമി പരന്നതായിരുന്നുവെങ്കിൽ പെട്ടെന്നുള്ള ഒരു മാറ്റമുണ്ടാകുമായിരുന്നു. അപ്പോൾ ഭൂമി ഗോളാകൃതിയിലുള്ളതാണെന്ന് ഈ വചനം സൂചിപ്പിക്കുന്നു. ഇതിന് സമാനമായ ആശയം ഖുർആനിലെ അധ്യായം 39 5-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്: രാത്രി കൊണ്ട് അവൻ പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകലിനെക്കൊണ്ട് അവൻ രാത്രിമേലും ചുറ്റിപ്പൊതിയുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം കവ്വാറ എന്നാണ്. അതായത് തലപ്പാവ് ധരിക്കാനായി തലയിൽ ചുറ്റിപ്പൊതിയുന്നത് പോലെ. അതുകൊണ്ട് അവൻ രാത്രിയെക്കൊണ്ട് പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകലിനെക്കൊണ്ട് അവൻ രാത്രിമേലും ചുറ്റിപ്പൊതിയുന്നു. ഇത് ഭൂമി ഉരുണ്ടതാണെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മറിച്ച് ഭൂമി പരന്നതാണെങ്കിൽ ഇത് സാധ്യമല്ല. ഖുർആനിന്റെ അധ്യായം 79 30 ഇപ്രകാരം പറയുന്നതായി കാണുവാൻ സാധിക്കും: അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു, മുട്ടയുടെ ആകൃതിയിലാക്കിയിരിക്കുന്നു. ദഹാഹ എന്ന അറബി പദത്തിന്റെ ഒരർത്ഥം വികസിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ അർത്ഥം മുട്ട എന്നർത്ഥം വരുന്ന ദുഹിയ എന്ന അറബി പദത്തിൽ നിന്നുമാണ് ഉദ്ഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു പന്ത് പോലെ ഭൂമി മുഴുവനായി ഉരുണ്ടതല്ല എന്ന് നമുക്കറിയാം. അത് ധ്രുവങ്ങളിൽ പരന്നു നിൽക്കുന്നതാണ്. അതായത് ജിയോസ്ഫറിക്കൽ രൂപമാണ്. അറബി പദമായ ദഹാഹ എന്നത് സാധാരണ മുട്ടയെ സൂചിപ്പിക്കുന്നില്ല. അത് ദുഹിയ എന്ന പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അത് സാധാരണ മുട്ടയെയല്ല, മറിച്ച് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയെയാണ് സൂചിപ്പിക്കുന്നത്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയെ നിങ്ങൾ വിലയിരുത്തിയാൽ അത് ജിയോസ്ഫറിക്കൽ രൂപത്തിലുള്ളതാണ് അഥവാ അർദ്ധഗോളാകൃതിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആൻ ഭൂമിയുടെ രൂപം ജിയോസ്ഫറിക്കലാണ് എന്ന് പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുൻപ് നമ്മൾ കരുതിയിരുന്നത് ചന്ദ്രന്റെ വെളിച്ചം അതിന്റെ സ്വന്തമാണെന്നാണ്. ഈ അടുത്ത കാലത്ത്, അതായത് 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചന്ദ്രന്റെ വെളിച്ചം അതിന്റെ സ്വന്തമല്ലെന്നും അത് പ്രതിഫലനമാണെന്നും നാം മനസ്സിലാക്കിയത്. ഖുർആനിലെ അധ്യായം 25-61 ഇപ്രകാരം പറയുന്നു: ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനാകുന്നു. അവിടെ അവൻ ഒരു വിളക്കും അഥവാ സൂര്യൻ, കടം വാങ്ങിയ അല്ലെങ്കിൽ പ്രതിഫലനമായ വെളിച്ചം നൽകുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ സൂര്യന് ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം ഷംസ് എന്നാണ്. അതിന്റെ വെളിച്ചത്തെ സിറാജ് എന്നും വഹാജ് എന്നുമാണ് വിവരിച്ചിരിക്കുന്നത്. അവയുടെ അർത്ഥം പന്തം എന്നും തിളങ്ങുന്ന തേജസ് എന്നുമാണ്. ചന്ദ്രനെ ഖമർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രന്റെ വെളിച്ചത്തെ മുനീർ എന്നും നൂർ എന്നുമാണ് എല്ലായിടത്തും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവയുടെ അർത്ഥം കടം വാങ്ങിയ വെളിച്ചമെന്നും പ്രതിഫലന വെളിച്ചം എന്നുമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രന്റെ വെളിച്ചം അതിന്റെ സ്വന്തമല്ലെന്നും അത് കടം വാങ്ങിയതാണ് അല്ലെങ്കിൽ പ്രതിഫലന വെളിച്ചമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ വിദ്യാലയത്തിലായിരുന്നപ്പോൾ, ഞാൻ 1982 വിദ്യാലയത്തിൽ നിന്നും വിജയിച്ചു. ഭൂമിശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഞാൻ പഠിച്ചത് സൂര്യൻ നിശ്ചലമാണെന്നാണ്. അത് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിയിരുന്നെങ്കിലും, സൂര്യൻ സൗരയൂഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചിരുന്നെങ്കിലും അത് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിയിരുന്നില്ലെന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സൂര്യൻ നിശ്ചലമാണെന്നായിരുന്നു അർത്ഥമാക്കിയിരുന്നത്.
ഖുർആൻ അധ്യായം 21:33 ഇപ്രകാരം പറയുന്നുണ്ട്. هو الذي خلق الليل والنهار والشمس والقمر, the sun and the moon, كل في فلك يسبحون. അവനത്രേ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചലിക്കുന്ന വസ്തുവിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന സബഹ എന്ന അറബി പദത്തിൽ നിന്നുമാണ് യസ്ബഹൂൻ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. നിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഈ പദത്തെ ചേർത്ത് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം താഴെ കിടന്ന് ഉരുളുകയാണ് എന്നല്ല, മറിച്ച് അദ്ദേഹം നടക്കുകയോ ഓടുകയോ ചെയ്യുന്നു എന്നാണ്. വെള്ളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ പദം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഒഴുകുന്നു എന്നല്ല, അദ്ദേഹം നീന്തുകയാണ് എന്നാണ്. ആകാശത്തുള്ള ഒരു വസ്തുവിനെ ചേർത്ത് ഖുർആൻ ഈ പദം ഉപയോഗിക്കുമ്പോൾ അത് ആകാശത്ത് പറക്കുന്നു എന്നല്ല, മറിച്ച് അത് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സൂര്യനും ചന്ദ്രനും ചുറ്റി സഞ്ചരിക്കുക മാത്രമല്ല, അവയുടെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും ചെയ്യുന്നുവെന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നാണ്. നാം മേശയുടെ പുറത്ത് സൂര്യന്റെ പ്രതിബിംബം വീക്ഷിക്കുമ്പോൾ അതിന്റെ കറുത്ത കുത്തുകൾ കാണുവാൻ സാധിക്കും. അവ ഏതാണ്ട് 25 ദിവസം കൊണ്ട് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ചുറ്റിത്തിരിയൽ പൂർത്തിയാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന 25 ദിവസം കൊണ്ട് സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ ഒരു ചുറ്റിത്തിരിയൽ പൂർത്തിയാക്കുന്നു എന്നാണ്. ഖുർആനിന്റെ അധ്യായം 21, 31, 32 വചനങ്ങളിൽ ഇപ്രകാരം കാണാം. ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം വിനാശകരമായ രശ്മികൾ ഭൂമിയിൽ എത്തുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു എന്നാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ, എക്സ്റേ പോലെയുള്ള രശ്മികളെ തടയുന്നു. ഭൂമിയിലുള്ള ജീവനുകളെ നശിപ്പിക്കുവാൻ തന്നെ ഇവ കാരണമായേക്കാം. ഖുർആൻ പറയുന്നത് ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുമുണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്നത് ബില്യൺ കണക്കിന് വർഷങ്ങളായി നടക്കുന്ന സൂര്യനിലെ രാസപ്രവർത്തനങ്ങൾ കാരണമായാണ് നമുക്ക് സൂര്യന്റെ വെളിച്ചം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഈ രാസപ്രവർത്തനം നിന്നുപോകും, ശേഷം സൂര്യന്റെ അസ്തിത്വം ഇല്ലാതെയാകും. ഖുർആൻ അധ്യായം 36, 38 ഇപ്രകാരം പറയുന്നു. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. ഇവിടെ ഖുർആൻ പറയുന്നത് സൂര്യന്റെ പ്രവർത്തനം ഒരു നിശ്ചിത കാലം വരെയാണ് എന്നാണ്. അത് സഞ്ചരിക്കുന്നത് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്കുമാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് സോളാർ അപെക്സ് എന്ന പ്രപഞ്ചത്തിലെ ഒരു ബിന്ദുവിലേക്ക് ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗതയിൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടുപിടിച്ച ഈ കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എഡ്വിൻ ഹബിൾ എന്നു പേരുള്ള പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. ഖുർആനിൽ ഈ ആശയം അധ്യായം 51, 47 ഇപ്രകാരം പറയുന്നതായി കാണാം. ആകാശമാകട്ടെ നാം അതിനെ കരങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു. ഇവിടെ മുസിയൂൻ എന്ന അറബി പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വികസിക്കുന്നതെന്നും വിശാലം എന്നുമാണ്. ചില ഇസ്ലാമിക വിമർശകർ ഇപ്രകാരം പറഞ്ഞേക്കാം. ഖുർആനിൽ ഖഗോളശാസ്ത്രത്തെ അഥവാ ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നു എന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അറബികൾ ഖഗോളശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. അറബികൾ ജ്യോതിശാസ്ത്രത്തിൽ മുന്നേറിയവരായിരുന്നു എന്ന അവരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഖുർആൻ അവതരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് അറബികൾ ജ്യോതിശാസ്ത്രത്തിൽ മുന്നേറിയത്. ഖുർആനിൽ നിന്നുമാണ് അറബികൾ ഖഗോളശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്, നേരെ മറിച്ചല്ല. ഊർജതന്ത്രത്തിന്റെ മേഖലയിൽ പരമാണു സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമുണ്ടായിരുന്നു. ഇത് 26 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡെമോക്രാറ്റുകൾ മുമ്പോട്ട് വെച്ച ആശയമായിരുന്നു. ഈ സിദ്ധാന്തപ്രകാരം പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ ഭാഗമാണ് ആറ്റം, അണു. അറബിയിൽ ഇതിന് ദർറ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതായത് പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ ഘടകം. അതിനെ വിഭജിക്കുവാൻ സാധ്യമല്ല. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിനു ശേഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പദാർത്ഥത്തിലെ എല്ലാ സവിശേഷതകളും അടങ്ങിയ ഏറ്റവും ചെറിയ ഘടകം അണുവാണെങ്കിലും അതിനെയും വിഭജിക്കുവാൻ സാധിക്കുമെന്നാണ്. ഖുർആനിൽ ദർറ എന്നതിനെ പറ്റി പറയുന്നത് കൊണ്ട് അത് കാലഹരണപ്പെട്ടതാണെന്ന് ജനങ്ങൾ കരുതിയേക്കാം.
പക്ഷേ നാം ഖുർആൻ വായിക്കുമ്പോൾ അധ്യായം 34:3 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായി കാണാം. ഇതേ ആശയം തന്നെ അധ്യായം 16:61 ആവർത്തിച്ചിരിക്കുന്നതായി കാണാം. ആ അന്ത്യസമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നീ പറയുക, അല്ല, എന്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനായ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിന്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നുമില്ല. ഖുർആനിൽ അണുവിനേക്കാളും ചെറുതും വലുതുമായുള്ള പദാർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ കാലഹരണപ്പെട്ടതല്ല, മറിച്ച് ആധുനികമായതു തന്നെയാണ്. ജലശാസ്ത്ര മേഖലയിൽ നാം വിദ്യാലയത്തിൽ ജലചക്രത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. 1580 സർ ബെർണാഡ് പാലസി ആയിരുന്നു ആദ്യമായി ജലശാസ്ത്രത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തെ സംബന്ധിച്ച് നമ്മൾ വിദ്യാലയത്തിൽ പഠിച്ചത് ഇപ്രകാരമാണ്: സമുദ്രങ്ങളിൽ നിന്നും ജലം ബാഷ്പീകരിക്കപ്പെടുന്നു, ശേഷം ആ നീരാവി കാർമേഘങ്ങളായി മാറുന്നു, കാർമേഘങ്ങൾ കൂടിച്ചേരുന്നു, അവ ഉള്ളിലേക്ക് വലിയുന്നു, എന്നിട്ട് അവ മഴയായി വർഷിക്കുന്നു. അങ്ങനെ ജലചക്രം സമ്പൂർണ്ണമായി കഴിഞ്ഞു. മുമ്പ് ഭൂമിക്കടിയിലുള്ള ജലം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. ഈ ജലം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്കറിയില്ലായിരുന്നു. കാറ്റിന്റെ ശക്തി കാരണമായി സമുദ്രങ്ങളിലെ ജലം ഭൂമിക്കടിയിലേക്ക് തള്ളപ്പെടുന്നത് കാരണമായിട്ടാണ് ഭൂഗർഭജലം ഉണ്ടാവുന്നത് എന്നായിരുന്നു നാം കരുതിയിരുന്നത്. സമുദ്രങ്ങൾക്കും ഭൂഗർഭജലത്തിനുമിടയിൽ ടാർട്ടാരിസ് എന്നു പേരുള്ള ഒരു രഹസ്യമാർഗമുണ്ടെന്നായിരുന്നു പ്ലാറ്റയുടെ കാലത്ത് കരുതപ്പെട്ടിരുന്നത്. 17-ാം നൂറ്റാണ്ട് വരെയും അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തത്തിൽ പോലും ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഡെസ്കാർട്ടസിലെ ജനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പർവ്വതങ്ങളിലെ ഭീമമായ സുഷിരങ്ങളിലൂടെയാണ് ഭൂഗർഭജലം നിറക്കപ്പെടുന്നത് എന്നായിരുന്നു ആ സിദ്ധാന്തം. പക്ഷേ ഭൂമിയുടെ വിള്ളലുകളിലൂടെ മഴവെള്ളം ഊർന്നിറങ്ങുന്നത് കാരണമായാണ് ഭൂഗർഭജലം ഉണ്ടാകുന്നത് എന്ന് ഇന്ന് നമുക്കറിയാമല്ലോ. ഖുർആനിലെ അധ്യായം 39:21 ഇപ്രകാരം പറയുന്നു: നീ കണ്ടില്ലേ, അല്ലാഹു ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ അതവൻ പ്രവേശിപ്പിച്ചു. അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിള അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഖുർആനിന്റെ അധ്യായം 39:24 ഇപ്രകാരം പറയുന്നു: ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്കു ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. ഖുർആനിന്റെ അധ്യായം 23:18 ഇപ്രകാരം പറയുന്നു: ആകാശത്തുനിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ താങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. ഖുർആനിലെ അധ്യായം 15:22 ഇപ്രകാരം പറയുന്നു: മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തുനിന്ന് നാം വെള്ളം ചൊരിഞ്ഞു തരികയും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം ലവാഖ് എന്നാണ്. ഇത് ലഖഹ എന്ന പദത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതിന്റെ അർത്ഥം ഫലസമൃദ്ധി വരുത്തുക, ഗർഭോത്പാദനം നടത്തുക എന്നൊക്കെയാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് മഴ വർഷിക്കാനുള്ള കാരണങ്ങൾ രണ്ടാണെന്നാണ്. ഒന്ന്, കാർമേഘങ്ങൾ തമ്മിൽ ചേരുമ്പോഴുള്ള സമ്മർദ്ദം. മറ്റൊന്ന്, കാറ്റിൽ സഞ്ചരിക്കുന്ന പരാഗങ്ങൾ കാരണമായി കാർമേഘങ്ങൾ മഴ വർഷിക്കുവാനായി ഫലവത്താവുകയും അഥവാ ഗർഭം ധരിപ്പിക്കുകയും അങ്ങനെ നമുക്ക് മഴ ലഭിക്കുകയും ചെയ്യുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇക്കാര്യം ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്നു എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആനിൽ അധ്യായം 30:48 ജലചക്രത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സമുദ്രങ്ങളിൽ നിന്ന് ജലം ബാഷ്പീകരിക്കപ്പെടുന്നത്, നീരാവിയാകുന്നത് എങ്ങനെയാണ്, കാർമേഘങ്ങൾ തമ്മിൽ ചേരുന്നത് എങ്ങനെയാണ്, എന്നിട്ട് അവ ഒരു കൂമ്പാരമായി മാറുന്നു, അവ ഉള്ളിലേക്ക് വലിയുന്നു, ശേഷം മഴയായി വർഷിക്കുന്നു. ഖുർആനിൽ വിശദമായി ജലചക്രത്തെ സംബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഖുർആനിലെ അധ്യായം 7:57, 13:17, 25, 48, 49, 35, 9, 36, 34, 50, 8, 9, 10, 5, 68, 69, 67, 30, 86, 11 ഇത്തരത്തിൽ ജലചക്രത്തെ സംബന്ധിച്ച് വിശദമായി പരാമർശിക്കുന്ന ഖുർആനിലെ വചനങ്ങളുടെ സൂചകങ്ങൾ എനിക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുവാൻ സാധിക്കും. സമുദ്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ അധ്യായം 25:53 ഇപ്രകാരം പറയുന്നു: 2 ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു അവൻ. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളം. അവ രണ്ടിനുമിടയിൽ
ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതേ ആശയം ഖുർആനിലെ അധ്യായം 55, 19, 20 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ബർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. രണ്ടു കടലുകളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയ്ക്ക് അവ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സമുണ്ട്. മുൻകാലങ്ങളിലെ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ഈ ആശയം മനസ്സിലായിരുന്നില്ല. അതായത് രണ്ട് വിധത്തിലുള്ള ജലമുണ്ട് എന്ന് നമുക്കറിയാം, ഉപ്പുവെള്ളവും ശുദ്ധജലവും. ആ കാര്യം നമുക്കറിയാം. രണ്ട് ജലാശയങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നുണ്ടെങ്കിലും അവ അന്യോന്യം കൂടിക്കലരുന്നില്ല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് അർത്ഥമാക്കുന്നത്? ഇതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ട് വിധത്തിലുള്ള ജലമുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളിൽ ഒരു തരം ജലം മറ്റേതിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിന്റെ മൂലപദാർത്ഥങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റേതരം ജലത്തിന്റെ ഘടകങ്ങൾക്ക് സമാനമായി മാറുന്നു. ഈ ഭാഗത്തിന് ഏകജാതീയ മേഖല എന്ന് പറയുന്നു. ഇത് അദൃശ്യമായ ഭാഗമാണ്. ഇതിനെയാണ് ഖുർആൻ ബർസഖ് എന്ന് സൂചിപ്പിക്കുന്നത്. ജലാശയങ്ങൾ തമ്മിൽ ചേരുന്നുണ്ടെങ്കിലും അവയ്ക്കിടയിൽ ഒരു അദൃശ്യമായ മറ രൂപപ്പെടുന്നതിനാൽ അവ തമ്മിൽ കൂടിക്കലരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിനു ശേഷം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു വളരെ കൃത്യമായി തന്നെയാണ് ഖുർആനിൽ വിശദീകരിച്ചത്. പക്ഷെ ജലാശയങ്ങൾ തമ്മിൽ ചേരുകയും എന്നാൽ അവ കൂടിക്കലരാതിരിക്കുക എന്നത് സാധ്യമാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ലായിരുന്നു. ഇന്ന് ശാസ്ത്രം ഈ ആശയം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഒരു തരം ജലം മറ്റേ തരത്തിലുള്ള ജലത്തിലേക്ക് ഒഴുകുമ്പോൾ അത് അതിന്റെ മൂലഘടകങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ ഘടകങ്ങൾക്ക് സാമ്യമായി തീരുന്നു. ഈ പ്രതിഭാസം ലോകത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ കേപ്പ് പോയിന്റിൽ പോയി നോക്കിയാൽ, അതായത് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും തെക്കേ അറ്റത്ത് പോയി നോക്കിയാൽ, രണ്ട് സമുദ്രങ്ങൾ ചേരുന്നുണ്ട്. അവയ്ക്കിടയിൽ ഒരു അദൃശ്യ മറയുണ്ട്. ഈ രണ്ട് ജലാശയങ്ങളുടെ നിറങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ ഈജിപ്തിൽ പോയി നോക്കൂ. നൈൽ നദി മെഡിറ്ററേനിയൻ കടലിലേക്ക് ചേരുന്ന ഭാഗത്ത് അദൃശ്യമറ കാണുവാൻ സാധിക്കും. അതുപോലെയുള്ള നല്ലൊരു ഉദാഹരണമാണ് മെക്സിക്കോ ഉൾക്കടലിൽ നിന്നുമുള്ള ഉഷ്ണജലപ്രവാഹം. അത് മെക്സിക്കോ ഉൾക്കടലിൽ നിന്നും ആരംഭിച്ച് ഉത്തരദിക്കിലേക്ക് ഒഴുകുന്നു. ശേഷം കിഴക്കേ ദിശയിലേക്ക് ഒഴുകി യൂറോപ്പിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെത്തുന്നു. അങ്ങനെ 1000ഓളം മൈലുകൾ ഒഴുകുന്നു. പക്ഷേ അതിൽ രണ്ട് തരം ജലങ്ങളുണ്ട്. ആ ഉഷ്ണജലപ്രവാഹത്തിലൂടെ ഒരു ബോട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ വശത്തെയും ജലം നിങ്ങൾ കയ്യിലെടുത്തു നോക്കൂ. ഒന്ന് ശുദ്ധജലവും മറ്റേത് ഉപ്പുവെള്ളവുമാണെന്ന് മനസ്സിലാകും. ഈ രണ്ട് ജലങ്ങൾ തമ്മിലുള്ള താപനിലയിൽ പോലും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാകും. ഭൂഗർഭശാസ്ത്രത്തിന്റെ മേഖലയിൽ ഇന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറയുന്നത് ഭൂമിയുടെ വ്യാസം എന്നത് ഏതാണ്ട് 3750 മൈലുകളാണെന്നാണ്. ഭൂമിയുടെ ആഴത്തിലുള്ള പാളികളെല്ലാം തന്നെ ദ്രാവക രൂപത്തിലുള്ളതും ചൂടേറിയതുമാണെന്നാണ് അവർ പറയുന്നത്. അവയിൽ ജീവൻ നിലനിൽക്കുവാൻ സാധ്യമല്ല. ഉപരിതലത്തിലുള്ള പാളികളെല്ലാം തന്നെ ദൃഢമായവയാണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പാളിയുടെ ഘനം ഏതാണ്ട് 10 മുതൽ 30 മൈലുകൾ വരെയാണ്. നാം ജീവിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭാഗം വളരെ ഘനം കുറഞ്ഞതാണ്. മാത്രമല്ല, ഇത് കുലുങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഭൂമിയുടെ പാളികളുടെ മടങ്ങുന്ന പ്രതിഭാസം കാരണമായാണ് പർവ്വതനിരകൾ ഉണ്ടാകുന്നത്. അത് കാരണമായി ഭൂമിക്ക് സ്ഥിരത ലഭിക്കുന്നു. ഖുർആനിന്റെ അധ്യായം 78, 6-7 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഭൂമിയെ നാം ഒരു വിരിപ്പും പർവ്വതങ്ങളെ ആണികളുമാക്കിയില്ലേ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം ഔത്താദ് എന്നാണ്. ഔത്താദ് എന്നതിന്റെ അർത്ഥം ആപ്പ്, ആണി എന്നൊക്കെയാണ്. നിങ്ങൾ ഭൂമിയിൽ ആണി അടിക്കുന്നത് പോലെ അതിന്റെ കൂടുതൽ ഭാഗം ഭൂമിക്കുള്ളിലേക്ക് പോകുന്നു. കുറഞ്ഞ ഭാഗമായ അതിന്റെ തലഭാഗമാണ് പുറത്തു കാണുന്നത്. ഖുർആൻ പർവ്വതങ്ങളെ ആണികളായി ചിത്രീകരിക്കുന്നു. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിനു ശേഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഭൂമിക്ക് മുകളിൽ കാണുന്ന പർവ്വതത്തിന്റെ ഭാഗം കുറഞ്ഞ ഭാഗം മാത്രമാണ്. കൂടുതൽ ഭാഗം, അതായത് പർവ്വതത്തിന്റെ 90% ഭൂമിക്കടിയിലാണ്. പർവ്വതത്തിന് വേരുകളുണ്ട്. മഞ്ഞുമലയോട് ഏതാണ്ട് സാദൃശ്യം പുലർത്തുന്നത് പോലെയാണ്. വെള്ളത്തിന് മുകളിൽ കാണുന്നത് മഞ്ഞുമലയുടെ അഗ്രഭാഗം മാത്രമാണ്. അതിന്റെ പ്രധാന ഭാഗം വെള്ളത്തിനടിയിലാണ്.
ഭൂമി എന്നു പേരുള്ള എർത്ത് എന്നു പേരുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അത് മിക്ക സർവകലാശാലകളിലേക്കും ഭൂഗർഭശാസ്ത്രത്തിന്റെ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്. അതിന്റെ ഒരു ഗ്രന്ഥരചയിതാവിന്റെ പേര് ഡോക്ടർ ഫ്രാങ്ക് പ്രസ് എന്നാണ്. അദ്ദേഹം അമേരിക്കൻ ശാസ്ത്ര അക്കാദമിയുടെ രാഷ്ട്രപതിയായി 12 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച ആളാണ്. മാത്രമല്ല, അമേരിക്കൻ രാഷ്ട്രപതിയായിരുന്ന ജിമ്മി കാർട്ടറിന്റെ ഉപദേഷ്ടാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഭൂമി അഥവാ എർത്ത് എന്നു പേരുള്ള അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പർവ്വതങ്ങൾക്ക് വേരുകളുണ്ടെന്നാണ്. ശേഷം അദ്ദേഹം പർവ്വതങ്ങളുടെ ചിത്രം വരച്ചു കാണിച്ച് അതിൽ പർവ്വതങ്ങളുടെ ആഴത്തിലുള്ള വേരുകളെ വരച്ചു കാണിക്കുന്നു. അവയുടെ രൂപം വി രൂപത്തിലാണ്. ഭൂമി എന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഈ പർവ്വതങ്ങൾ കാരണമായാണ് ഭൂമിക്ക് സ്ഥിരത ലഭിക്കുന്നത്. ഭൂമി കുലുങ്ങുന്നതിൽ നിന്നും പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഖുർആനിലെ അധ്യായം 21-31 വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആശയമാണ്. ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് മാത്രം നാം മനസ്സിലാക്കിയ പർവ്വതങ്ങളുടെ കർത്തവ്യം ഭൂമിയെ കുലുങ്ങുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുക എന്നതാണ് എന്ന കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ പറഞ്ഞിരുന്നു എന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവശാസ്ത്രത്തിന്റെ മേഖലയിൽ ഖുർആനിന്റെ അധ്യായം 21:30 ഇപ്രകാരം പറയുന്നു: വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ. അറേബ്യൻ മരുഭൂമികളിൽ വെച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ജീവവസ്തുക്കളെയും വെള്ളത്തിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അക്കാലത്ത് അറേബ്യയിലുള്ള ആരെങ്കിലും അതിൽ വിശ്വസിക്കുമോ? വെള്ളത്തിന് ക്ഷാമമുള്ള നാട്ടിൽ വെച്ച് എല്ലാ ജീവവസ്തുക്കളും വെള്ളത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുകയുണ്ടായി. എല്ലാ ജീവവസ്തുക്കളുടെയും അടിസ്ഥാന ജീവഘടകം എന്നത് ശരീരകോശമാണ് എന്ന് ശാസ്ത്രം പുരോഗമിച്ചതിനു ശേഷം ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കോശത്തിൽ സൈറ്റോപ്ലാസം ഉണ്ട്. അതിന്റെ 80% വെള്ളമാണ്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എല്ലാ ജീവവസ്തുക്കളിലും 50% മുതൽ 90% വരെ വെള്ളമാണ്. മാത്രമല്ല, എല്ലാ ജീവവസ്തുക്കളുടെയും നിലനിൽപ്പിന് ജലം ആവശ്യമാണ്. ഖുർആനിന്റെ അധ്യായം 24:45 എല്ലാ ജന്തുക്കളെയും അല്ലാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഖുർആനിന്റെ അധ്യായം 25:54 അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും. സസ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ സസ്യങ്ങൾക്കും ലിംഗവ്യത്യാസമുണ്ടെന്ന കാര്യം നമുക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് സസ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ സസ്യങ്ങൾക്കും ആൺവർഗം പെൺവർഗം എന്ന ലിംഗവ്യത്യാസമുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഖുർആനിലെ അധ്യായം 20:53 ഇപ്രകാരം പറയുന്നു: ആകാശത്തു നിന്ന് വെള്ളം ഇറക്കിത്തരികയും ചെയ്യുന്നവനത്രേ അവൻ. അങ്ങനെ അതുമൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം അസ്വാജ് എന്നതാണ്. അതിനർത്ഥം സസ്യങ്ങൾ ഇണകളായിട്ടാണ്, ജോഡികളായിട്ടാണ്, അതായത് ആൺപെൺ വർഗങ്ങളായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഖുർആനിന്റെ അധ്യായം 13:3 ഇപ്രകാരം പറയുന്നു: എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും അവനതിൽ ഈ 2 ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. ജന്തുശാസ്ത്രത്തിന്റെ മേഖലയിൽ ഖുർആൻ അധ്യായം 6:38 ഇപ്രകാരം പറയുന്നു: ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും 2 ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാകുന്നു. ഇന്ന് ശാസ്ത്രം പറയുന്നത് എല്ലാ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെ പോലെ സമൂഹങ്ങളായി കഴിയുന്നുവെന്നാണ്. ഖുർആനിലെ അധ്യായം 16 68-69 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു: മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? 1973 ഫോൺ ഫ്രഷ് എന്നു പേരുള്ള ഒരു ശാസ്ത്രജ്ഞന് തേനീച്ചയുടെ ആശയവിനിമയവും സ്വഭാവവും വിശദീകരിച്ചതിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഒരു തേനീച്ച പുതിയ തോട്ടമോ ഒരു പുതിയ പൂവോ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് അതിന്റെ സഹതേനീച്ചയോട് പോയി ആ തോട്ടത്തിലേക്കോ പൂവിലേക്കോ ഉള്ള ശരിയായ ദിശയും സ്ഥാനവും തേനീച്ചയുടെ നൃത്തപ്രതിഭാസത്തിലൂടെ അറിയിച്ചു കൊടുക്കുന്നു.
ഖുർആനിലെ അധ്യായം 16, 68, 69 വചനങ്ങളിൽ ജോലി ചെയ്യുന്ന തേനീച്ച പെൺ തേനീച്ചയാണെന്ന് സൂചിപ്പിക്കുന്ന ഫസ്ലുക്കി, കുലി എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പെൺ തേനീച്ചയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഹെൻറി ഫോർ എന്ന ഷേക്സ്പിയറിന്റെ നാടകം വായിച്ചു നോക്കിയാൽ ആ നാടകത്തിൽ അദ്ദേഹം തേനീച്ചയെക്കുറിച്ച് ഇപ്രകാരം വിശദീകരിക്കുന്നതായി കാണാം. പടയാളികളായ തേനീച്ചകൾ ആൺ തേനീച്ചകളാണ്. അവ വിവരങ്ങൾ അറിയിക്കാൻ രാജാവിന്റെ മുമ്പിലാണ് ഹാജരാകുന്നത്. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിനു ശേഷം നമുക്കറിയുവാൻ സാധിക്കുന്നത് ജോലിക്കാരായ തേനീച്ചകൾ ആൺ തേനീച്ചകളല്ല, മറിച്ച് പെൺ തേനീച്ചകളാണ്. അവ ഹാജരാകുന്നത് രാജാവിന്റെ അടുത്തല്ല, മറിച്ച് രാജ്ഞിയുടെ അടുത്താണ്. ജോലി ചെയ്യുന്ന തേനീച്ചയുടെ ലിംഗം പറയുമ്പോൾ അവ പെൺ തേനീച്ചയാണ് എന്ന കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആനിലെ അധ്യായം 29, 41 ഇപ്രകാരം പറയുന്നു: അല്ലാഹുവിന് പുറമേ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതുപോലെയാകുന്നു. അതൊരു വീടുണ്ടാക്കി, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീട് തന്നെ. ഈ വചനത്തിൽ എട്ടുകാലിയുടെ വീടിന്റെ ബലഹീനതയെയും മൃദുലതയെയും കുറിച്ച് വിശദീകരിക്കുന്നതിന് പുറമേ എട്ടുകാലികൾ തമ്മിലുള്ള ബന്ധത്തെയും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്നത് മിക്കപ്പോഴും പെൺ ചിലന്തി ആൺ ചിലന്തിയെ കൊല്ലുന്നു. ഇവയെ കറുത്ത വിധവകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആൻ പരോക്ഷമായി എട്ടുകാലികൾ തമ്മിലുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ഖുർആനിലെ 27-ാം അധ്യായമായ നംല്, ഉറുമ്പ് എന്ന അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സുലൈമാനു വേണ്ടി ജിന്നിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട തന്റെ സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു. അങ്ങനെ അവരതാ ക്രമപ്രകാരം നിർത്തപ്പെടുന്നു. അങ്ങനെ അവർ ഉറുമ്പിൻ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു: ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക. സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടിത്തേച്ചു കളയാതിരിക്കട്ടെ. ഇതെന്തു തരം യക്ഷികഥാ പുസ്തകമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുന്നു. യക്ഷിക്കഥകളിൽ മറ്റും ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ഇതെന്തു തരം യക്ഷികഥാ പുസ്തകമാണെന്ന് കരുതിയേക്കാം. ഉറുമ്പുകൾ തമ്മിൽ സംഭാഷണം നടത്തുന്നുവെന്ന് ഖുർആൻ പറയുന്നു. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിന് ശേഷം മനുഷ്യനോട് ഏറ്റവും അധികം സാമ്യത പുലർത്തുന്ന മൃഗമാവട്ടെ അല്ലെങ്കിൽ പ്രാണിയാവട്ടെ അത് ഉറുമ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ മനുഷ്യർ ചെയ്യുന്നത് പോലെ മരിച്ച ഉറുമ്പുകളെ അവർ കുഴിച്ചിടുന്നു. മനുഷ്യരെ പോലെ ഭാരവാഹികൾ, മേൽനോട്ടം വഹിക്കുന്നയാൾ, പ്രധാന പണിക്കാരൻ, മറ്റു തൊഴിലാളികൾ തുടങ്ങിയവടങ്ങുന്ന അധ്വാന ശൃംഖല അവർക്കുണ്ട്. പലപ്പോഴും പരസ്പരം സംവദിക്കാനായി അവർ കണ്ടുമുട്ടാറുണ്ട്. അവർക്ക് വളരെ സങ്കീർണമായ ആശയ സംവാദ രീതിയുണ്ട്. പരസ്പരം ചരക്കുകൾ കൈമാറുന്ന കമ്പോളങ്ങൾ പോലും അവയ്ക്കുണ്ട്. നമുക്ക് കമ്പോളങ്ങൾ ഉള്ളതുപോലെ ചരക്കുകൾ കൈമാറുന്ന കമ്പോളങ്ങൾ ഉറുമ്പുകൾക്കുമുണ്ട്. അവ ശീതകാലത്ത് ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുമ്പോൾ ധാന്യങ്ങളിൽ മുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ ധാന്യങ്ങൾ ചീഞ്ഞു പോകാൻ ആ മുട്ടുകൾ കാരണമാവും എന്നറിയാവുന്നതുപോലെ അവ മുട്ടുകൾ മുറിച്ചു കളയുന്നു. ആ ധാന്യങ്ങൾ മഴക്കാലത്ത് നനയുകയാണെങ്കിൽ ഉറുമ്പുകൾ അവയെ സൂര്യപ്രകാശത്തിൽ ഉണക്കുവാനായി കൊണ്ടുപോകുന്നു. അവയിലെ ഈർപ്പം കാരണമായി വേരുകൾ ഉണ്ടാകും. ആ വേരുകൾ കാരണമായി ധാന്യങ്ങൾ ചീഞ്ഞു പോകും എന്നറിയാവുന്നതുപോലെ ഉറുമ്പുകൾ അവയെ വെയിലത്ത് ഉണക്കുവാൻ കൊണ്ടുപോകുന്നു. ചില സമയങ്ങളിൽ ഉറുമ്പുകൾ ധാന്യങ്ങളുമായി വെയിലത്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവ പോകുന്നത് എവിടേക്കാണ് എന്ന് നാം അത്ഭുതപ്പെടാറുണ്ട്. അവ ധാന്യങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കുവാൻ കൊണ്ടുപോവുകയാണ്. അവയിലെ ഈർപ്പം ആ ധാന്യങ്ങൾ ചീഞ്ഞു പോകാൻ കാരണമാകുമെന്നറിയാവുന്നതുപോലെയാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ ഖുർആനിലെ അധ്യായം 16, 68, 69 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവയുടെ അഥവാ തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. തേനീച്ചയുടെ ഉദരത്തിൽ നിന്നും തേൻ പുറത്തു വരുന്നു എന്ന് മുൻപ് നമുക്കറിയില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത്, അതായത് 300 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇക്കാര്യം അറിഞ്ഞത്. ഇന്ന് ശാസ്ത്രം പറയുന്നത് തേനിൽ വൈറ്റമിൻ കെയും ഫ്രൂക്ടോക്സും ധാരാളമുണ്ടെന്നാണ്. വീര്യം കുറഞ്ഞ വിഷാണുനാശക സ്വഭാവവും അതിനുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം ലോകമഹായുദ്ധത്തിൽ റഷ്യൻ പട്ടാളക്കാർ അവരുടെ മുറിവുകളിൽ തേൻ പുരട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈർപ്പം കാരണമായി മുറിവിലെ കുറഞ്ഞ കോശങ്ങൾ മാത്രം വ്രണപ്പെടുകയും തേനിന്റെ സാന്നിധ്യം കാരണമായി ഫംഗസും ബാക്ടീരിയയും മുറിവിൽ വളരുന്നത് തടയപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സസ്യത്തിന്റെ അലർജി അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ സസ്യത്തിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന തേൻ സേവിക്കാൻ നൽകിയാൽ ആ വ്യക്തിക്ക് അലർജിക്കെതിരെ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവുണ്ടാകുന്നു.
ശരീരശാസ്ത്രത്തിന്റെ മേഖലയിൽ ഖുർആൻ അവതരിച്ച് 600 വർഷങ്ങൾക്ക് ശേഷം രക്തചംക്രമണത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത് ഇബ്നു നഫീസാണ്. ഖുർആൻ അവതരിച്ചതിന് 1000 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇബ്നു നഫീസിന് 400 വർഷങ്ങൾക്ക് ശേഷം പാശ്ചാത്യ ലോകത്തിൽ രക്തചംക്രമണത്തെ സുപരിചിതമാക്കിയത് വില്യം ഹാർവിയാണ്. രക്തചംക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ വിദ്യാലയത്തിലെ പുസ്തകങ്ങളിൽ വില്യം ഹാർവിയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു നഫീസാണ് ലോകത്താദ്യമായി രക്തചംക്രമണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത്. ഈ അടുത്ത കാലത്ത്, അതായത് ഖുർആൻ അവതരിച്ച് 1300 വർഷങ്ങൾക്ക് ശേഷം ഭക്ഷണത്തിലെ മൂലപദാർത്ഥങ്ങൾ അവയവങ്ങളിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നും രക്തത്തിലൂടെ ഒഴുകി വ്യത്യസ്ത അവയവങ്ങളിൽ എത്തുന്നതിനെ സംബന്ധിച്ചും എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ ചുരുക്കി പറയാം. വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു പ്രസംഗം നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല, സാധാരണക്കാർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഉദരത്തിലേക്ക് പോകുന്നു, ഉദരത്തിൽ നിന്നും കുടലിലേക്ക് പോകുന്നു. കുടലിലെ രക്തധമനികളിലൂടെ ഭക്ഷണത്തിലെ മൂലപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നു. രക്തത്തിലൂടെ അവ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളിലേക്ക് ഒഴുകുന്നു. മിക്കപ്പോഴും കരളിന്റെ സങ്കീർണമായ ഘടനക്കുള്ളിലൂടെയാണ് ഒഴുകുന്നത്. മുലപ്പാലിന്റെ ഉൽപാദനത്തിന് കാരണക്കാരായ സ്തനത്തിലെ ഗ്രന്ഥികളിലും അത് എത്തിച്ചേരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് രക്തചംക്രമണത്തെയും മുലപ്പാൽ ഉൽപാദനത്തെയും സംബന്ധിച്ച് സംക്ഷിപ്തമായി ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ഖുർആനിലെ അധ്യായം 16:66 ഇപ്രകാരം പറയുന്നു: കാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന്, കാഷ്ഠത്തിനും രക്തത്തിനുമിടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകുന്നു. ഇതേ ആശയം തന്നെ ഖുർആനിലെ അധ്യായം 23-21 ആവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ ഒരു ഗുണപാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു. നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഭ്രൂണശാസ്ത്രത്തിന്റെ മേഖലയിൽ ഒരു കൂട്ടം അറബി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർ ഖുർആനിലും ഹദീസിലും ഭ്രൂണശാസ്ത്രത്തെപ്പറ്റി പറഞ്ഞ് എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. ഖുർആനിൽ അധ്യായം 16:43, അധ്യായം 21:7 ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ ഉദ്ബോധനം ലഭിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അത് തന്നെയാണ് അവരും ചെയ്തത്. ഖുർആനിലും ഹദീസിലും ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാ വിവരങ്ങളും അവർ ശേഖരിച്ചു. 1970കളുടെ അവസാനത്തിൽ ഒരു കൂട്ടം അറബി വിദ്യാർത്ഥികൾ ഖുർആനിലും ഹദീസിലും ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അവ പരിഭാഷപ്പെടുത്തി. എന്നിട്ട് അത് പ്രൊഫസർ കീത്ത് മൂറിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അക്കാലത്ത് ഭ്രൂണശാസ്ത്രത്തിന്റെ മേഖലയിൽ ആധികാരികതയുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു കീത്ത് മൂർ. കാനഡയിലുള്ള ടൊറോണ്ടോ സർവകലാശാലയിലുള്ള ശരീരഘടനാശാസ്ത്രത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. ഖുർആനിലും ഹദീസിലും ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞ വിവരങ്ങൾ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഖുർആനിലും ഹദീസിലും പറഞ്ഞ മിക്ക വിവരങ്ങളും ആധുനിക ഭ്രൂണശാസ്ത്രവുമായി വളരെ നല്ല നിലയ്ക്ക് യോജിച്ചു നിൽക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല, കാരണം എനിക്ക് അവയെക്കുറിച്ച് അറിയില്ല. അതുപോലുള്ളൊരു കാര്യമാണ് ആദ്യമായി അവതരിച്ച ഖുർആൻ വചനങ്ങളായ അധ്യായം 96:1-2 പറയുന്നു: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അട്ടയെപ്പോലെയുള്ള ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ഭ്രൂണം അട്ടയെപ്പോലെയാണോ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പ്രൊഫസർ കീത്ത് മൂർ പറഞ്ഞു. അദ്ദേഹം തന്റെ പരീക്ഷണശാലയിൽ പോയി വളരെ ശക്തിയുള്ള ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് ഭ്രൂണത്തിന്റെ ആദ്യ ഘട്ടങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് ഭ്രൂണശാസ്ത്രം. അദ്ദേഹം ഭ്രൂണത്തിന്റെ ആദ്യ ഘട്ടങ്ങളെ അട്ടയുടെ ചിത്രത്തോട് താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ അവ തമ്മിലുള്ള സാമ്യത കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് അദ്ദേഹത്തോട് ആ വിഷയത്തിൽ 80 ചോദ്യങ്ങളോളം ചോദിക്കുകയുണ്ടായി. അവയ്ക്കുള്ള മറുപടി പറയുന്നതിനോടൊപ്പം അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയുണ്ടായി: നിങ്ങൾ എന്നോട് 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ 80 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതെങ്കിൽ അവയുടെ 50% ഉത്തരം പറയുവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. കാരണം ഭ്രൂണശാസ്ത്രം എന്നത് ഈ അടുത്ത കാലത്ത് മാത്രം വികസിച്ചു വന്ന വൈദ്യശാസ്ത്രത്തിലെ ഒരു ശാഖയാണ്. പിന്നീട് പ്രൊഫസർ കീത്ത് മൂറിന് എന്തെല്ലാം വിവരങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ലഭിച്ചോ അവയൊക്കെ അദ്ദേഹം വികസിക്കുന്ന മനുഷ്യൻ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 3ാമത്തെ പതിപ്പിൽ ചേർക്കുകയുണ്ടായി. ഒരു ഗ്രന്ഥരചയിതാവ് മാത്രമുള്ള ഏറ്റവും നല്ല വൈദ്യശാസ്ത്രപരമായ ഗ്രന്ഥത്തിനുള്ള സമ്മാനം ആ വർഷം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി.
വികസിക്കുന്ന മനുഷ്യൻ എന്ന ഗ്രന്ഥം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, 1ാം വർഷത്തിൽ നല്ല മാർക്കുകൾ നേടണമായിരുന്നെങ്കിൽ പ്രൊഫസർ കീത്ത് മൂറിന്റെ ഗ്രന്ഥമായിരുന്നു ഞങ്ങൾ വായിച്ചിരുന്നത്. വെറും പാസ് മാർക്ക് മതിയായിരുന്നെങ്കിൽ ഇന്ദ്രപ്രീത് സിംഗിന്റെ ഗ്രന്ഥം വായിച്ചാൽ മതിയാകുമായിരുന്നു. ശേഷം പ്രൊഫസർ കീത്ത് മൂർ ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധ ഖുർആൻ എന്നത് സർവശക്തനായ ദൈവത്തിന്റെ വേദഗ്രന്ഥമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സർവശക്തനായ ദൈവത്തിന്റെ ദൂതനാണെന്നും അംഗീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഖുർആൻ അധ്യായം 86 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മുതുകല്ലിനും നെഞ്ചെല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറത്തു വരുന്നു എന്നതുകൊണ്ട് ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനുഷ്യരിലുള്ള ജനനേന്ദ്രിയങ്ങൾ, അതായത് പുരുഷന്മാരിലുള്ള വൃഷണങ്ങളും സ്ത്രീകളിലുള്ള അണ്ഡകോശവും അവയുടെ ഭ്രൂണാവസ്ഥയിൽ, അതായത് കുഞ്ഞ് മാതാവിന്റെ ഉദരത്തിലായിരിക്കുന്ന വേളയിൽ അവ ഉത്ഭവിക്കുന്നത് വൃക്ക നിലകൊള്ളുന്ന സ്ഥാനത്ത് നിന്നുമാണ്. അതായത് മുതുകല്ലിനും 11ാമത്തെയും 12ാമത്തെയും നെഞ്ചെല്ലുകൾക്കും ഇടയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. പിന്നീട് അവ താഴേക്ക് വരുന്നു. സ്ത്രീകളിൽ അണ്ഡകോശം വസ്തിപ്രദേശത്തേക്ക് എത്തുന്നു. പുരുഷന്മാരിൽ വൃഷണം വൃഷ്ണസഞ്ചിയിലേക്കും എത്തിച്ചേരുന്നു. പക്ഷേ അവ താഴേക്ക് എത്തിച്ചേർന്നിട്ടും പ്രായപൂർത്തിയാവുന്ന ഘട്ടത്തിൽ നാഡീപ്രവാഹം ലഭിക്കുന്നത് മുതുകല്ലിനും 11ാമത്തെയും 12ാമത്തെയും നെഞ്ചെല്ലുകൾക്ക് ഇടയിൽ നിന്നും തന്നെയാണ്. മാത്രമല്ല, ഉദരത്തിലെ അതേ സ്ഥാനമായ മുതുകല്ലിനും 11ാമത്തെയും 12ാമത്തെയും നെഞ്ചെല്ലുകൾക്കിടയിൽ നിന്നു തന്നെയാണ് ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ലഭിക്കുന്നത്. അതുപോലെ ജനനേന്ദ്രിയങ്ങളിൽ നിന്നുള്ള മേധോവാഹിനിയിൽ നിന്നുമുള്ള ദ്രാവകവും സിരകളുടെ മടക്കവും അതേ ഭാഗത്തേക്കു തന്നെയാണ്. അതായത് മുതുകല്ലിന്റെയും 11ാമത്തെയും 12ാമത്തെയും നെഞ്ചെല്ലുകളുടെയും ഇടയിലേക്ക് തന്നെയാണ്. ഖുർആനിലെ അധ്യായം 22:5-ലും 23:13-ലും പറയുന്ന ആശയം ഇതാണ്: മനുഷ്യരെ അള്ളാഹു ബീജത്തിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അറബി ഭാഷയിൽ നുത്ഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അളവിലുള്ള ദ്രാവകമെന്നാണ്. ഒരിറ്റ് അളവിലുള്ളത്, ഇറ്റിറ്റ് വീഴുന്ന തുള്ളി. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഒരു ഇന്ദ്രിയ സ്ഖലനത്തിലൂടെ ശരാശരി 3 മില്യൺ ബീജങ്ങളെയാണ് പുറത്തേക്ക് വിടുന്നത്. അതിൽ ഒരു ബീജം മാത്രമാണ് അണ്ഡത്തിൽ ബീജസംയോഗം നടത്തുന്നത്. 3 മില്യണിൽ നിന്നുമുള്ള ഈ ഒരു ബീജത്തെ മാത്രമാണ് ഖുർആനിൽ നുത്ഫ അഥവാ വളരെ ചെറിയ അളവിലുള്ള ദ്രാവകമായി വിശേഷിപ്പിക്കുന്നത്. ഖുർആനിലെ അധ്യായം 32:8 ഇപ്രകാരം പറയുന്നു: പിന്നെ അവന്റെ സന്തതിയെ നിസ്സാരമായൊരു വെള്ളത്തിന്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി. ഇവിടെ അറബി ഭാഷയിലുള്ള സുലാല എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുലാല എന്ന പദത്തിന്റെ അർത്ഥം മൊത്തത്തിൽ ഉള്ളതിൽ നിന്നും ഏറ്റവും നല്ലത് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്ദ്രിയ സ്ഖലനത്തിൽ നിന്നും പുറപ്പെടുന്ന 3 മില്യൺ ബീജങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ബീജസംയോഗത്തിന് കാരണമായി തീരുന്നത്. 3 മില്യണിൽ നിന്നുള്ള ഈ ഒന്നിനെയാണ് ഖുർആനിൽ സുലാല അഥവാ മൊത്തത്തിലുള്ളതിൽ നിന്നുമുള്ള ഏറ്റവും നല്ലതെന്ന് വിശേഷിപ്പിക്കുന്നത്. ഖുർആനിന്റെ അധ്യായം 76:2 കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന് 2 ഘടകങ്ങളും, അതായത് ബീജവും അണ്ഡവും, ഒരുപോലെ ഉത്തരവാദിത്തമുള്ളവയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെയാണ് ഖുർആനിൽ കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജമെന്ന് വിശേഷിപ്പിക്കുന്നത്. സമേനൽ വെസിക്കിളിൽ നിന്നുള്ള മറ്റു ചില ദ്രാവകങ്ങളും കൂടിച്ചേർന്നാണ് ഒരു കുഞ്ഞിന്റെ ജനനത്തിന് കാരണമാകുന്നത്. ലിംഗനിർണയത്തിന്റെ മേഖലയിൽ ഒരു കുഞ്ഞിന്റെ ലിംഗം നിശ്ചയിക്കാൻ കാരണമാകുന്നത് 23ാമത്തെ ജോഡി ക്രോമസോമുകൾ ആണെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. അവ XX ആണെങ്കിൽ കുട്ടി പെൺകുഞ്ഞായിരിക്കും, XY ആണെങ്കിൽ കുട്ടി ആൺകുഞ്ഞായിരിക്കും. ഇന്ന് ശാസ്ത്രം പറയുന്നത് ബീജമാണ് കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കുന്നത് എന്നാണ്. Xന് മേൽക്കോയ്മയുള്ള ബീജമാണ് ചേരുന്നത് എങ്കിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. Yക്ക് മേൽക്കോയ്മയുള്ള ബീജമാണ് പങ്കെടുക്കുന്നത് എങ്കിൽ ഒരാൺകുട്ടിയാണ് ജനിക്കുക. അതുകൊണ്ട് ഇന്ന് ശാസ്ത്രം പറയുന്നത് പുരുഷനിൽ നിന്നുണ്ടാകുന്ന ദ്രാവകത്തിലുള്ള ബീജമാണ് കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കാൻ കാരണമായി തീരുന്നത്.
ഇക്കാര്യം തന്നെയാണ് ഖുർആനിലെ അധ്യായം 53, 45, 46 വചനങ്ങളിൽ പറയുന്നത്. ഒരു ബീജം ഗർഭാശയത്തിൽ സ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ആൺ പെൺ എന്നീ 2 ഇണകളെ അവനാണ് സൃഷ്ടിച്ചതെന്നുമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പുരുഷനിൽ നിന്നും സ്രവിക്കപ്പെടുന്ന ബീജമടങ്ങിയ ദ്രാവകമാണ് കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കുന്നത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇതിന് സമാനമായ ആശയം ഖുർആനിലെ അധ്യായം 75, 37 മുതൽ 39 വരെയുള്ള വചനങ്ങളുടെ ആശയത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും. മനുഷ്യനെ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. മനിയിൻ യുംന, വളരെ കുറഞ്ഞ അളവിലുള്ള ബീജം. അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന 2 ഇണകളെ അവനുണ്ടാക്കി. അതുകൊണ്ട് പുരുഷനിൽ നിന്നും സ്രവിക്കുന്ന വളരെ കുറഞ്ഞ അളവിലുള്ള ബീജങ്ങളടങ്ങിയ ശുക്ലമാണ് കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കുന്നത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇക്കാര്യം ശാസ്ത്രം ഈ അടുത്ത കാലത്ത് മാത്രമാണ് മനസ്സിലാക്കിയത്. ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യത്ത് ജനങ്ങൾ പലപ്പോഴും അവരുടേതായ വ്യക്തിപരമായ കാരണങ്ങളാൽ പെൺകുട്ടിയേക്കാൾ ആൺകുട്ടി ജനിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഒരു സ്ത്രീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയാൽ, എന്തിനാണ് നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് എന്ന് പറഞ്ഞ് അവരുടെ ഭർത്തൃമാതാവ് അവരെ കുറ്റപ്പെടുത്തും. ആണിലും ശാസ്ത്രത്തിലും പറയുന്നത് പ്രകാരം അവരുടെ ഭർത്തൃമാതാവിന് ആരെയെങ്കിലും കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർ കുറ്റപ്പെടുത്തേണ്ടത് മറ്റാരെയുമല്ല, സ്വന്തം മകനെ തന്നെയാണ്. കാരണം പുരുഷനിൽ നിന്നുള്ള ശുക്ലമാണ് കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കുന്നത് എന്നാണ് ഖുർആനിലും ശാസ്ത്രത്തിലും പറയുന്നത്. പക്ഷെ കുഞ്ഞിന്റെ ലിംഗം നിശ്ചയിക്കുന്നത് സർവശക്തനായ അല്ലാഹുവാണ്. അവനിൽ ആശ്രയിച്ചാണ് കാര്യങ്ങളെല്ലാം. ഖുർആനിന്റെ അധ്യായം 39:6 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. 3 തരം അന്ധകാരങ്ങൾക്കുള്ളിൽ സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിനു ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട്. നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. 3 തരം അന്ധകാരങ്ങൾക്കുള്ളിൽ സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിനു ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട് എന്നതുകൊണ്ട് ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊഫസർ കീത്മൂർ പറഞ്ഞത് 3 തരം അന്ധകാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭാശയ ഭിത്തി, അടിവയറിന്റെ ഭിത്തി, ആംനിയോൺ, കോറിയോൺ പാട എന്നിവയാണ്. മാത്രമല്ല, ഭ്രൂണം പരിണമിക്കുന്നതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായി ഖുർആനിൽ അധ്യായം 23, 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമാക്കി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അപ്പോൾ ഈ 3 വചനങ്ങളിൽ ഒരു മനുഷ്യഭ്രൂണത്തിന്റെ വ്യത്യസ്ത വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. ഈ വചനങ്ങളിൽ ആദ്യം പറയുന്നത് മനുഷ്യനെ ബീജങ്ങളടങ്ങിയ വളരെ ചെറിയ അളവിലുള്ള ഒരു ദ്രാവകത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നിട്ട് അവനെ നാം ഭദ്രമായൊരു സ്ഥാനത്ത് വെച്ചു എന്നാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് പ്രാഥമികമായി അതിനെ അടിവയറിന്റെ ഭിത്തിയും ആംനിയോൺ, കോറിയോൺ പാടയുമാണ് സംരക്ഷിക്കുന്നത്. രണ്ടാമതായി അലക്കയുടെ മറ്റൊരർത്ഥം അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ്. ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അലക്കയുടെ 3ാമത്തെ അർത്ഥം രക്തക്കട്ട എന്നാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഭ്രൂണത്തിന്റെ 4ാമത്തെ മുതൽ 5ാമത്തെ ആഴ്ച വരെയും അതിൽ രക്തചംക്രമണം നടക്കുന്നില്ല. അതൊരു രക്തക്കട്ട പോലെ തോന്നുന്നു. അതുകൊണ്ട് 4ാമത്തെ മുതൽ 5ാമത്തെ ആഴ്ച വരെയുള്ള ഭ്രൂണത്തെ നിങ്ങൾ നോക്കിയാൽ അത് ഒരു രക്തക്കട്ടയെ പോലെ തോന്നും. അലക്ക എന്ന പദത്തിന്റെ 3 അർത്ഥങ്ങളും, അതായത് രക്തക്കട്ട, അള്ളിപ്പിടിച്ചിരിക്കുന്നത്, അട്ടയെപ്പോലെയുള്ളത് എന്നീ 3 അർത്ഥങ്ങളും ഭ്രൂണത്തിന് യോജിക്കുന്നുവെന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു. ബീജത്തിൽ മനുഷ്യന്റെ ഒരു ഹ്രസ്വരൂപമുണ്ടായിരുന്നു എന്നാണ് മുൻപ് ശാസ്ത്രജ്ഞന്മാർ കരുതിയിരുന്നത്. എന്നിട്ട് ഈ ബീജം മാതാവിന്റെ ഉദരത്തിൽ വളർന്ന് ഒരു ചെറിയ കുഞ്ഞായി മാറും എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് അണ്ഡം ബീജത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലായപ്പോൾ മനുഷ്യന്റെ ഹ്രസ്വരൂപം അണ്ഡത്തിൽ ഉണ്ടെന്ന ഒരു പുതിയ സിദ്ധാന്തം അവർ ഉണ്ടാക്കി. പിന്നീട് മാവുപെരറ്റസ് 18ാം നൂറ്റാണ്ടിൽ ദ്വൈപെരറ്റൽ സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതായത് രണ്ടും, ബീജവും അണ്ഡവും, ഒരു കുഞ്ഞിന്റെ ജനനത്തിന് ഉത്തരവാദിയാണെന്ന് പറയുകയുണ്ടായി. ശേഷം പറയുന്നത് അലക്കയെ മുളുകയായി മാറ്റിയെന്നാണ്. മുളുക എന്ന പദത്തിന് അള്ളിപ്പിടിക്കുന്നതെന്നും വായിലിട്ട് ചവയ്ക്കാൻ സാധിക്കുന്ന ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്നും അർത്ഥമുണ്ട്. പ്രൊഫസർ കീത്മൂർ ഒരു പ്ലാസ്റ്റർ സീലെടുത്ത് മുളുകയെ പോലെയാക്കി, അതായത് ഒട്ടിപ്പിടിക്കുന്നത് പോലെയാക്കി. എന്നിട്ട് ചവച്ചരച്ചതുപോലെയാക്കുവാനായി, പല്ലിന്റെ അടയാളങ്ങൾ ഉണ്ടാക്കുവാനായി അദ്ദേഹം അത് തന്റെ പല്ലുകൾക്കിടയിലിട്ട് ചവയ്ക്കുകയുണ്ടായി. ചവച്ചരച്ചത് അഥവാ മുളുകയാക്കുവാനായാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ആ പല്ലിന്റെ അടയാളങ്ങൾ മാംസപിണ്ഡത്തിലുള്ള സൊമേറ്റുകൾക്ക് സാദൃശ്യം തോന്നിപ്പിച്ചു.
ഈ സൊമേറ്റുകളിൽ നിന്നുമാണ് സുഷുമ്നാ കാണ്ഡം ഉടലെടുക്കുന്നത്. അവിടെ നിന്നാണ് ഞരമ്പുകൾ പുറത്തു വരുന്നത്. ശേഷം ചവച്ചരച്ച മാംസപിണ്ഡത്തെ അസ്ഥികൂടമാക്കിയെന്ന് ഖുർആൻ പറയുന്നു. ശേഷം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞുവെന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നതുകൊണ്ട് ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഘട്ടം വരെയും മിക്ക ജീവവസ്തുക്കളും, അതായത് മൃഗങ്ങളിൽ അത് മത്സ്യമാവട്ടെ, മുയലാവട്ടെ, മനുഷ്യനാകട്ടെ, ഭ്രൂണത്തിന്റെ വികാസം ഒരുപോലെ തന്നെയാണ്. ഈ ഘട്ടത്തിന് ശേഷം അത് മാറുന്നു. മനുഷ്യരായ നമുക്ക് തലയുണ്ടായി തുടങ്ങുന്നു, കൈകൾ ഉണ്ടായി തുടങ്ങുന്നു, കാലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു എന്നാണ്. അതായത് ഈ ഘട്ടത്തിൽ നിന്നും മാറുന്നു. ചവച്ചരച്ച മാംസപിണ്ഡത്തെ അസ്ഥികൂടമാക്കിയെന്ന് ഖുർആൻ പറയുന്നു. ശേഷം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞുവെന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നതുകൊണ്ട് ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഘട്ടം വരെയും മിക്ക ജീവവസ്തുക്കളും, അതായത് മൃഗങ്ങളിൽ അത് മത്സ്യമാവട്ടെ, മുയലാവട്ടെ, മനുഷ്യനാകട്ടെ, ഭ്രൂണത്തിന്റെ വികാസം ഒരുപോലെ തന്നെയാണ്. ഈ ഘട്ടത്തിന് ശേഷം അത് മാറുന്നു. മനുഷ്യരായ നമുക്ക് തലയുണ്ടായി തുടങ്ങുന്നു, കൈകൾ ഉണ്ടായി തുടങ്ങുന്നു, കാലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു എന്നാണ്. അതായത് ഈ ഘട്ടത്തിൽ നിന്നും മാറുന്നു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഖുർആനിലെ അധ്യായം 22:5 ഇപ്രകാരം പറയുന്നു: തീർച്ചയായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നും, പിന്നീട് ബീജത്തിൽ നിന്നും, പിന്നീട് ഭ്രൂണത്തിൽ നിന്നും, അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത്. പ്രൊഫസർ മാർഷൽ ജോൺസനെ ഈ ഖുർആൻ വചനം കാണിച്ചിട്ട് ഇതിന്റെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടപ്പോൾ, അതായത് ആ വചനം അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ഘട്ടത്തിൽ കുഞ്ഞിന്റെ ഭ്രൂണത്തിലെ ചില അവയവങ്ങൾ പൂർണ്ണമായും വികസിച്ചു കഴിഞ്ഞു, ചിലത് വികസിച്ചു കഴിഞ്ഞിട്ടില്ല. ഭ്രൂണത്തിലെ ചില അവയവങ്ങൾ പൂർണ്ണമായും വികസിച്ചു കഴിഞ്ഞു, ചിലത് വികസിച്ചു കഴിഞ്ഞിട്ടില്ല. ചില കോശങ്ങൾ വിഭജിച്ചവയാണ്, ചിലത് വിഭജിച്ചിട്ടില്ലാത്തവയാണ്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇതൊരു അപൂർണ സൃഷ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതും തെറ്റാണ്. രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ എന്ന് ഖുർആൻ വിവരിക്കുന്നതിനേക്കാൾ മികച്ച മറ്റൊരു വ്യാഖ്യാനമില്ല. ഖുർആനിലെ അധ്യായം 75 3 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും: മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നാം അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്? അതായത് നാം മരിച്ചതിനു ശേഷം, നമ്മെ കബറടക്കിയതിനു ശേഷം, നമ്മുടെ എല്ലുകൾ ദ്രവിച്ചു കഴിഞ്ഞതിനു ശേഷം എങ്ങനെയാണ് പുനരുത്ഥാന നാളിൽ അള്ളാഹു നമ്മുടെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുക? അതിന് മറുപടിയായി അള്ളാഹു പറയുന്നു: അവൻ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുവാൻ മാത്രമല്ല, അതെ, നാം അവന്റെ വിരൽത്തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ എല്ലുകളും കൂട്ടുവാൻ സാധ്യമാണ്. നാം അവന്റെ വിരൽത്തുമ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? 1880 സർ ഫ്രാൻസിസ് ഗോൾഡ് ആണ് ആദ്യമായി വിരലടയാള സംവിധാനത്തെക്കുറിച്ച് വിശദീകരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: 1 മില്യൺ ജനങ്ങൾക്കിടയിലുള്ള 2 പേരുടെ പോലും വിരലടയാളങ്ങൾ തമ്മിൽ സാമ്യതയില്ല. ഇന്ന് ഈ വിരലടയാള സംവിധാനം പോലീസും CIA-യും FBI-യും CIT-യും എല്ലാം കുറ്റവാളികളെ തിരയുവാനായി ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മാത്രം, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നമ്മൾ കണ്ടുപിടിച്ച വിരലടയാള സംവിധാനത്തെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആനിൽ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പ്രൊഫസർ തഗ്ല ഷോണിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തായ്ലൻഡിലെ വേദനാ സംവേദനകളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ വളരെ കാലം സമയം ചെലവഴിച്ച ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ഷാൻഹായ് സർവകലാശാലയിൽ നിന്നും വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. തലച്ചോർ മാത്രമാണ് വേദന അനുഭവപ്പെടുന്നതിന് കാരണക്കാരനെന്നായിരുന്നു മുൻപ് ഞങ്ങൾ ഡോക്ടർമാർ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് തൊലികളിലുള്ള വേദനാ സംവേദനകളും വേദന അറിയുവാൻ സഹായകമാവുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് തീപ്പൊള്ളലേറ്റ ഒരു രോഗി ഡോക്ടറിന്റെ സമീപത്തെത്തുമ്പോൾ അദ്ദേഹം പൊള്ളലേറ്റ ഭാഗത്ത് സൂചി കൊണ്ട് കുത്തി നോക്കുന്നത്. രോഗിക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടർ സന്തോഷിക്കുന്നു, കാരണം അത് ഉപരിതലത്തിലുള്ള പൊള്ളൽ മാത്രമാണ്. വേദനാ സംവേദനകൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ രോഗിക്ക് വേദന അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഡോക്ടർ ദുഃഖിക്കുന്നു, കാരണം വേദനാ സംവേദനകൾക്ക് കേടുപറ്റിയിരിക്കുന്നു. ഖുർആനിലെ അധ്യായം 4:56 ഇപ്രകാരം പറയുന്നു: തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്.
അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാൻ വേണ്ടിയാണത്. ഇത് പ്രൊഫസർ തഗ്ല ഷോണിനെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. 1400 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ ഗ്രന്ഥത്തിന് എങ്ങനെയാണ് വേദനാസംവേദനകളെ കുറിച്ച് പറയുവാൻ സാധിക്കുക? അത് അദ്ദേഹത്തിന് അംഗീകരിക്കുവാൻ പ്രയാസമായിരുന്നു. പിന്നീട് ഖുർആനിന്റെ പരിഭാഷ പഠിക്കുകയും പ്രൊഫസർ കീത്ത് മൂറുമായിട്ടൊക്കെ വീണ്ടും ചർച്ച ചെയ്ത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഖുർആനിൽ വളരെ സംതൃപ്തി തോന്നി. എത്രത്തോളം എന്നാൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന 7ാം മെഡിക്കൽ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും പ്രഖ്യാപിച്ചു. ഈ സംഭാഷണത്തിന്റെ അവസാനം സർവ്വചരാചരങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇസ്ലാമികമായ ആശംസയുപയോഗിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സൃഷ്ടികർത്താവായ തമ്പുരാൻ്റെ സമാധാനം നിങ്ങളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അതും കേരളത്തിൻ്റെ സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരം ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഞാൻ സർവേശ്വരനായ തമ്പുരാനെ സ്തുതിക്കുന്നു. സംഘാടകർക്ക്, കേരള യൂണിവേഴ്സിറ്റിയുടെ അറബിക് വിഭാഗത്തിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സായാഹ്നത്തിലെ പ്രഭാഷണ വിഷയം ഖുർആനും ആധുനിക ശാസ്ത്രവും എന്നതാണ്. പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്. ദൈവിക ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം അതിൻ്റെ ദൈവികത സ്ഥാപിക്കുവാൻ ബാധ്യസ്ഥമാണ്. ദൈവികത സ്ഥാപിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിന് അദ്വിതീയമായ മാർഗങ്ങളുണ്ട്. മുൻപ് അത്ഭുതങ്ങളുടെ കാലഘട്ടമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിലെ അത്ഭുതമാണ്. അതിനുശേഷം സാഹിത്യത്തിൻ്റെയും കവിതയുടെയും കാലഘട്ടമായി. പരിശുദ്ധ ഖുർആൻ ഏതൊരു അറബി സാഹിത്യകൃതിയെയും വെല്ലുന്ന സാഹിത്യഗ്രന്ഥമാണ് എന്ന് അറബി ഭാഷ അറിയാവുന്ന ആരും സമ്മതിക്കും. ഇന്ന് ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും യുഗമാണ്. ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും യുഗത്തിൽ പരിശുദ്ധ ഖുർആൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൽ 82-ാമത്തെ വചനത്തിലൂടെ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഓരോരോ വിഷയങ്ങൾ നമ്മൾ പരിശുദ്ധ ഖുർആനിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഖുർആനിലെ ശാസ്ത്രീയമായ കൃത്യത കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. അസ്ട്രോണമി, ആകാശശാസ്ത്രം, ഗോളശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് പ്രപഞ്ചം, ആകാശഭൂമികളെല്ലാം ഒന്നായിരുന്നുവെന്നാണ്. എന്നിട്ട് ഒന്നായിരുന്ന ആകാശഭൂമികൾ പിന്നീട് വേർപെട്ടു. അവരതിന് ബിഗ് ബാങ് തിയറി എന്ന് പറയും, മഹാവിസ്ഫോടന സിദ്ധാന്തം. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാൻ പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. സത്യനിഷേധികൾ കണ്ടില്ലേ, ആകാശഭൂമികളെല്ലാം ഒന്നായിരുന്നുവെന്ന്, പിന്നീട് നാം അതിനെ വേർപെടുത്തിയിരിക്കുന്നു.
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക ശാസ്ത്രകാരന്മാർ 930-കൾക്ക് ശേഷം മാത്രം പറഞ്ഞ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയാണ് പരിശുദ്ധ ഖുർആൻ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞന്റെ പേര് പറയാതിരിക്കുവാൻ സാധ്യമല്ല. അദ്ദേഹമാണ് 1929-ൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള വസ്തുത ലോകത്തോട് പറഞ്ഞത്. പിന്നീട് ശാസ്ത്രലോകം അത് അംഗീകരിച്ചു. പരിശുദ്ധ ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറഞ്ഞു, ഇവിടെ മൂസിഊൻ എന്ന പ്രയോഗം പ്രപഞ്ചത്തിന്റെ വികാസത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വളരെ കൃത്യമായ പരാമർശങ്ങൾ നടത്തി. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 16-ാമത്തെ വചനത്തിലും മറ്റൊട്ടനവധി വചനങ്ങളിലും സൂര്യനെക്കുറിച്ച് സിറാജ് എന്നും ചന്ദ്രനെക്കുറിച്ച് മുനീർ എന്നും നൂർ എന്നും പറഞ്ഞു. സിറാജ് എന്നും വഹാജ് എന്നും റിയാ എന്നുമുള്ള പദങ്ങൾ സൂര്യനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ആ പരാമർശങ്ങളെല്ലാം അറബി ഭാഷ അറിയുന്നവർക്കറിയാം സ്വയം പ്രകാശിക്കുന്ന വസ്തുക്കളെ കുറിക്കുന്നതാണ്. വിളക്കിനാണ്, സ്വയം പ്രകാശിക്കുന്ന വസ്തുക്കൾക്കാണ് ഇതെല്ലാം പറയുക. എന്നാൽ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നൂർ എന്നും മുനീർ എന്നും പറഞ്ഞു. ചന്ദ്രന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമാണ് എന്നർത്ഥം. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഭൂമിയുടെ ആകൃതി, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഭൂമി പരന്നിട്ടാണ് എന്നായിരുന്നു നമ്മുടെ വിശ്വാസം. എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകി. ഖുർആൻ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിൽ 5-ാമത്തെ വചനം, യുക്കബ്ബിറു ലൈല അലൻ നഹാരി വ യുക്കബ്ബിറു നഹാറ അലൽ ലൈൽ. ഇവിടെ കബ്ബറ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്, യുക്കബ്ബിറു എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് ചുറ്റിപ്പൊതിയുക എന്ന അർത്ഥത്തിലാണ്. ചുറ്റിപ്പൊതിയുക എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ അത് തലപ്പാവ് ചുറ്റുന്നതിനെ കുറിച്ച് പറയും. ഒരു ഗോളം മറ്റൊരു ഗോളത്തിന് ചുറ്റുന്നതിനാണത് പറയുക. ഖുറത്ത് എന്ന ധാതുവിൽ ഇതാണ് യുക്കബ്ബിറു ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ 79-ാമത്തെ അധ്യായം സൂറത്തു നാസിആത്തിലെ 30-ാമത്തെ വചനത്തിൽ വല്ലർള ബഅദ ദാലിക ദഹാഹ, അതിനുശേഷം ഭൂമിയെ നാം ഒരു മുട്ടയുടെ ആകൃതിയിലാക്കി. ദഹാഹ എന്ന ധാതു, ദഹാഹ എന്ന ക്രിയ ദുഹിയത്ത് എന്ന പദധാതുവിൽ നിന്നുണ്ടായി. ദുഹിയത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. യഥാർത്ഥത്തിലുള്ള ഭൂമിയുടെ ആകൃതി ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ജിയോസെൻട്രിക് എന്ന് പറയുന്ന വളരെ കൃത്യമായ ആകൃതി പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് ഹൈഡ്രോളജിയിലെ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ, ജലശാസ്ത്രവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നിരവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആകാശത്ത് നിന്ന് ചൊരിഞ്ഞു വീടുന്ന മഴ, ആ മഴയ്ക്ക് എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങൾ, ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 23-ാമത്തെ വചനം, അതേപോലെ അനവധി വചനങ്ങളിൽ ആകാശത്ത് നിന്ന് കോരിച്ചെരിയുന്ന മഴയ്ക്ക് സംഭവിക്കുന്നത് എന്ത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങളെല്ലാം ആധുനിക ശാസ്ത്രവുമായി കൃത്യമായി യോജിച്ചു വരുന്നു എന്നത് അത്ഭുതകരം തന്നെയാണ്. അതേപോലെ തന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, പരിശുദ്ധ ഖുർആൻ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനിലെ 19-20 വചനങ്ങൾ. രണ്ട് ജലാശയങ്ങളെ കയറഴിച്ചു വിട്ടവനാണവൻ. ആ ജലാശയങ്ങൾക്കിടയിൽ കൃത്യമായ അതിർ കരക്കാത്ത രൂപത്തിലുള്ള മറയുണ്ട്. ഏതാണ് ഈ മറ? നമ്മൾ പരിശോധിച്ച് ചെന്നാൽ സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ ഇത് കാണാൻ കഴിയും. ഈജിപ്തിൽ നൈല് യോജിക്കുന്ന സ്ഥലത്ത് കാണാൻ കഴിയും. അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിൽ മൈലുകളോളം നീളത്തിൽ ഒരേ സമുദ്രത്തിൽ തന്നെ ഉപ്പുരസമുള്ള ജലവും അതേപോലെ തന്നെ വളരെ ഉപ്പുരസം കുറഞ്ഞ ജലവും ഒരേ സമുദ്രത്തിൽ തന്നെ മൈലുകളോളം പോകുന്നത് നമുക്ക് കാണാൻ കഴിയും.
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതെങ്ങനെ മനസ്സിലായി? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളുടെ കൃത്യതയാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആൻ മലകളെ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വൽജിബാല ഔതാദ എന്ന് പറഞ്ഞു. ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്ത് നബഅയിലെ 7-ാമത്തെ വചനത്തിൽ പർവ്വതങ്ങളെ ആണികളാക്കിയിരിക്കുന്നു. ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 3970 മൈൽസ് ആരമുള്ള ഭൂമി, ആ ഭൂമിയുടെ പുറന്തോടിനകത്ത് മുഴുവനും തന്നെ ദ്രാവകമാണ്. കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവകം, ഉരുകിക്കൊണ്ടിരിക്കുന്ന ദ്രാവകം. അതിനു മുകളിൽ പുറന്തോട് ഒരു സന്തുലനത്തോടു കൂടി നിൽക്കുന്നത് പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് എർത്ത് എന്ന ഗ്രന്ഥം വളരെ ശക്തമായി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിലെ ചിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ആ ചിത്രങ്ങളിൽ മുകളിലേക്ക് എത്ര പർവ്വതമുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങ് അടിയിലേക്ക് അതിൻ്റെ വേരായി ആണിയായി ഇറങ്ങിയത് കാണാൻ കഴിയും. ഒരാണിയെ പോലെ തന്നെ. ഒരാണി നമ്മൾ അടിച്ചു കയറ്റുമ്പോൾ ആണിയുടെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവനും അടിയിലേക്കാണ് എന്നതുപോലെ പർവ്വതത്തിൻ്റെ 90% ഭൂമിക്കടിയിലാണ്. വെറും 10% മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തു അംബിയായിലെ 39-ാമത്തെ വചനത്തിലൂടെ പർവ്വതങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. പർവ്വതങ്ങൾ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന്. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ പർവ്വതങ്ങൾക്ക് ഭൗമസന്തുലനത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന്, ഐസോസ്റ്ററ്റിക്കലായിട്ടുള്ള പങ്കുണ്ട് എന്ന വസ്തുത ഇന്ന് ഭൂമിശാസ്ത്രജ്ഞന്മാരെല്ലാം സമ്മതിക്കുന്നു. ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ജീവശാസ്ത്രപരമായ പരാമർശങ്ങൾ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ തന്നെയുള്ള 30-ാമത്തെ വചനത്തിൽ എല്ലാ ജീവവസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. വെള്ളം ജീവവസ്തുവിൻ്റെ അടിസ്ഥാനമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനുള്ള സാധനങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കോശങ്ങളാലാണ്. കോശങ്ങളിലെ സൈറ്റോപ്ലാസം, കോശദ്രവ്യം 80% ജലമാണ്. ഏതൊരു ജീവിയുടെയും സസ്യത്തിൻ്റെയും ശരീരത്തിലെ 70 മുതൽ 80 വരെ ശതമാനം ജലമാണ്. ജലം കൊണ്ടാണ്, വെള്ളം കൊണ്ടാണ് ജീവവസ്തുവിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ ആ മരുഭൂമിയിൽ വെച്ച് ഒരിക്കലും പറയാൻ സാധിക്കുമായിരുന്നില്ല. വെള്ളം ലഭിക്കാത്ത മരുഭൂമിയിൽ വെച്ച് പടച്ചതമ്പുരാന്റെ വചനങ്ങളാണിത് എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഈ വചനങ്ങളെല്ലാം. അതേപോലെ തന്നെ സസ്യശാസ്ത്രത്തിൽ ബോട്ടണിയിൽ പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനത്തിലൂടെ സസ്യങ്ങൾ എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നു. ഇണകളായിട്ടുള്ള സസ്യങ്ങളുടെ സൃഷ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്കറിയാം, സസ്യങ്ങൾ, പൂക്കൾ, കായ്ക്കനികൾ പോലും പലപ്പോഴും ഇണകളാണ്. അവക്ക് പോലും ലൈംഗികതയുണ്ട് എന്നും അവക്ക് പോലും സെക്സ് ഉണ്ട് എന്നുമുള്ള വസ്തുത ഇന്ന് സസ്യശാസ്ത്രജ്ഞന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ജന്തുശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ജന്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 38-ാമത്തെ വചനത്തിൽ എല്ലാ ജീവികളും, ജീവജാലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സുവോളജിയിലെ ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സമൂഹമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. വളരെ കൃത്യമാണ്. ജീവജാലങ്ങളെല്ലാം, എല്ലാ ജന്തുജീവികളും സമൂഹമായി മനുഷ്യനെപ്പോലെ തന്നെ സാമൂഹ്യ ജീവിതം നയിക്കുന്നവയാണ് എന്നുള്ള വസ്തുത ഇന്ന് ജീവശാസ്ത്രജ്ഞന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ തേനീച്ചയെക്കുറിച്ച് പറഞ്ഞു. 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ലിലെ 68-69 വചനങ്ങളിൽ തേനീച്ചയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ കാര്യം സ്ത്രീലിംഗ ക്രിയകളാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നതാണ്. ഇത്തഖദി, കുലി, ഫസ്ലുക്കി തുടങ്ങിയ പദപ്രയോഗങ്ങൾ. ഈ പദപ്രയോഗങ്ങൾക്കർത്ഥം
പെൺതേനീച്ചയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്നാണ്. പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, പെൺതേനീച്ചയാണ് തേൻ ശേഖരിക്കുന്നത്, പെൺതേനീച്ചയിൽ എന്താണ് തേൻ നിർഗളിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് പെൺതേനീച്ചകളാണ് എന്ന് ഈ പ്രയോഗങ്ങൾ വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, തേനീച്ചകളുടെ ജീവവ്യവസ്ഥിതി പടച്ചതമ്പുരാൻ പ്രത്യേകമായ ബോധനം നൽകിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. 1973 വോൺ ഫ്രിഷി എന്ന ശാസ്ത്രജ്ഞൻ നമുക്ക് പറഞ്ഞു തരുന്നത് വരെ തേനീച്ചകളുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്കൊന്നും അറിയാമായിരുന്നില്ല. 1973 മാത്രം ആധുനിക സമൂഹം മനസ്സിലാക്കിയ കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പറഞ്ഞു? ഉത്തരം ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ ഗ്രന്ഥമാണ് എന്നത് തന്നെയാണ്. അതേപോലെ നമുക്ക് എട്ടുകാലികളെ കുറിച്ചുള്ള പരാമർശം കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ 29-ാമത്തെ അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലിയുടെ കൂടിനെ കുറിച്ച് പറയുമ്പോൾ ആ കൂടി ഏറ്റവും ദുർബലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എട്ടുകാലി കൂടിന്റെ ദുർബലത മാത്രമല്ല, ഒരു വീട് എന്നുള്ള നിലക്ക് എട്ടുകാലിയുടെ വീടിന്റെ അവസ്ഥയെയും കുറിക്കുന്നു ഈ പദപ്രയോഗം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എട്ടുകാലി വീട്ടിൽ പെണ്ണെട്ടുകാലി കുറച്ച് കഴിഞ്ഞാൽ ആണെട്ടുകാലിയെ നശിപ്പിക്കും, കൊന്നുകളയും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വസ്തുത. അവിടെ ഒരു വീട് എന്നുള്ള നിലക്ക് എട്ടുകാലി വീട് ഒരു പരാജയമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 17-18 വചനങ്ങളിൽ ഉറുമ്പുകളുടെ ആശയവിനിമയത്തെക്കുറിച്ച് പറയുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ ഉറുമ്പുകൾ പരസ്പരം സംസാരിച്ചതായി പറയുന്നു. ഉറുമ്പുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇതേതോ ഭൂത പ്രേത കഥകൾ ഉള്ള കാര്യങ്ങളാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചേക്കും. ഇത് ഫയറി ടൈലല്ല, ഭൂതകഥയല്ല. ഇന്ന് നമുക്കറിയാം, മനുഷ്യനോട് ഏറ്റവും അധികം സാധർമ്യം പുലർത്തുന്ന ജീവികളിൽ ഒന്നാണ് ഉറുമ്പ് എന്ന്. അവയുടെ സാമൂഹ്യ ജീവിതം വളരെ അധികം അത്ഭുതകരമാണ്. അവ ഒന്നിച്ച് കൂടുണ്ടാക്കുന്നു, അതിന് തന്നെ ലീഡറുണ്ട്, അതേപോലെ തന്നെ അതിന് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ആ രൂപത്തിൽ കച്ചവടം വരെ നടത്തുന്നു. വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി, വസ്തുക്കൾ പരസ്പരം കൈമാറുവാൻ വേണ്ടി മാർക്കറ്റുകൾ വരെ നടത്തുന്ന ഉറുമ്പ് കൂട്ടങ്ങളുണ്ട്. ആ ഉറുമ്പുകൾ പ്രത്യേകമായി ആശയവിനിമയം നടത്തുന്നു എന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലാണ്. ഉറുമ്പുകൾ ആശയവിനിമയം നടത്തിയതായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരിക്കലും ഒരു ഭൂതകഥയല്ല എന്നുള്ള വസ്തുത വ്യക്തമാവുകയാണ് ഇവിടെ. അതേപോലെ മെഡിസിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, തേനിന്റെ മെഡിക്കൽ വാല്യൂ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിലെ തന്നെ 68-69 വചനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. തേൻ അതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇന്ന്, എന്നാൽ ഇന്നലെ അങ്ങനെയായിരുന്നില്ല. തേനിന് ആന്റിസെപ്റ്റിക്കായ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ള വസ്തുത ഇന്ന് നമുക്കറിയാം. അതേപോലെ പരിശുദ്ധ ഖുർആൻ രക്തചംക്രമണത്തെയും പാലിൻ്റെയും രക്തചംക്രമണത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും ഇടയിലുള്ള ആ നിർമ്മാണത്തെയുമെല്ലാം കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ സൂചനകളിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട 1000 വർഷങ്ങൾക്ക് ശേഷം മാത്രം രക്തചംക്രമണത്തെക്കുറിച്ച് പറഞ്ഞ വില്യം ഹാർവേയുടെ പഠനങ്ങൾ, ആ പഠനങ്ങൾക്ക് തത്തുല്യമായ പരാമർശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നടത്തുന്നത്. അത്ഭുതകരമാണ് ഖുർആനിലെ ഇത്തരം പരാമർശങ്ങൾ. ഏകദേശം 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകപ്രശസ്തനായ എംബ്രിയോളജിസ്റ്റ്, ഭ്രൂണശാസ്ത്രജ്ഞൻ ഡോക്ടർ കീത്ത് മൂറിന്റെ അടുക്കലേക്ക് ഏതാനും സൗദി അറേബ്യയിലെ ഏതാനും യുവാക്കൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള, സ്വഹീഹായ ഹദീസുകളിലും പറഞ്ഞിട്ടുള്ള ഭ്രൂണശാസ്ത്ര സംബന്ധിയായ പരാമർശങ്ങളുടെ യാഥാർത്ഥ്യം അറിയുവാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ പരാമർശങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലൊരുപാട് കാര്യങ്ങൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഖുർആനിലെ 96-ാമത്തെ അധ്യായം സൂറത്തുൽ അലഖിലെ 1-2 വചനങ്ങളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അട്ടയെപ്പോലുള്ള ഒരു വസ്തുവിൽ നിന്ന് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ അട്ടയെപ്പോലുള്ള വസ്തു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ലാബറട്ടറിയിൽ പോയി
ആ അവസ്ഥയിലുള്ള ചെറിയ രൂപത്തിലുള്ള തുടക്കത്തിലുള്ള ഭ്രൂണത്തെ എടുത്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. അദ്ദേഹം പറഞ്ഞു, ഇത് അട്ടയെപ്പോലെ തന്നെ സാദൃശ്യം പുലർത്തുന്നു. പരിശുദ്ധ ഖുർആനിലെ ഭ്രൂണശാസ്ത്ര പരാമർശങ്ങൾ അത്ഭുതകരമാണ്. ആ ഭ്രൂണശാസ്ത്ര പരാമർശങ്ങളെ കുറിച്ച് ഡോക്ടർ കീത്ത്മൂർ തന്നെ എഴുതിയ ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന ഗ്രന്ഥത്തിന്റെ ഇസ്ലാമിക് എഡീഷൻസ്, ആ ഇസ്ലാമിക് എഡീഷൻസ് കൂടിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഓരോ രംഗത്തും പരിശുദ്ധ ഖുർആൻ പറയുന്ന കൃത്യത. ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്ത് ഇൻസാനിലെ 2-ാമത്തെ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ കൂടിച്ചേർന്നുണ്ടായ ബീജത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ സൃഷ്ടി നടക്കുന്നത് എന്ന് പറയുന്നു. അവിടെ കൂടിച്ചേർന്നുണ്ടായ ബീജം, പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന അറിവ് നമുക്കുണ്ടായത് അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഇവിടെ 23-ാമത്തെ അധ്യായം സൂറത്ത് അൽ മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ഭ്രൂണത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആ ഘട്ടങ്ങളെല്ലാം വളരെ കൃത്യമാണ്. നുത്ഫ എന്ന് പറയുന്നു, ആ നുത്ഫയിൽ നിന്ന് അലക്കയുണ്ടായി എന്ന് പറയുന്നു, അലക്കയിൽ നിന്ന് മുദായി ഉണ്ടായി എന്ന് പറയുന്നു, മുദായിൽ നിന്ന് ഇളാം ഉണ്ടായി എന്ന് പറയുന്നു, ഇളാമിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്നു, അതിനുശേഷം മറ്റൊരു സൃഷ്ടിയായി തീർന്നു എന്ന് പറയുന്നു. അലക്ക എന്ന പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് അള്ളിപ്പിടിക്കുന്നത്, മറ്റൊന്ന് അട്ടയെപ്പോലുള്ളത്, മറ്റൊന്ന് രക്തപിണ്ഡം. ഈ 3 അർത്ഥങ്ങളും ഈ സമയത്തുള്ള ഭ്രൂണത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചാൽ അത് കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് മുദായി ഉണ്ടാകുന്നു, ചവച്ചരച്ച മാംസപിണ്ഡം. മുദാ എന്ന പദത്തിന് അർത്ഥം അതാണ്, ചവച്ചരച്ച മാംസപിണ്ഡം. ഈ സമയത്ത് നമുക്ക് ഭ്രൂണത്തിന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ സോമൈറ്റുകൾ, പല്ലിന്റെ അടയാളത്തെ പോലെ തോന്നുന്ന ആ സോമൈറ്റുകൾ പോലും കാണാൻ കഴിയും. അവിടെ നിന്നാണ് പിന്നെ അത് അസ്ഥികൂടമാകുന്നത്. അസ്ഥികൂടമായി പിന്നീട് അതിനെ പേശി കൊണ്ട് പൊതിയുമ്പോഴാണ് മറ്റൊരു സൃഷ്ടിയാകുന്നത്. മറ്റൊരു സൃഷ്ടി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഈ സമയം വരെ ഒരുവിധമല്ല മാമൽസിന്റെയും ശരീരത്തിന്റെ ഘടന നോക്കിയാൽ, അവയുടെ ഭ്രൂണ പരിണാമത്തിന്റെ രൂപം നോക്കിയാൽ ഏകദേശം ഒരേപോലെയാണ്. പേശി പൊതിയുന്നതോടുകൂടി കാര്യം മാറുന്നു. അതൊരു പുതിയ സൃഷ്ടിയായി മനുഷ്യ സൃഷ്ടിയുടെ രൂപത്തിലേക്ക് വരുന്നു. ഇതാണ് അത്ഭുതകരമായ കാര്യം. പരിശുദ്ധ ഖുർആൻ ഓരോ ഘട്ടം വിശദീകരിക്കുമ്പോഴും കൃത്യമാണ് ഖുർആനിലെ പരാമർശങ്ങൾ. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിൽ 6-ാമത്തെ വചനത്തിൽ 3 തരം ഇരുട്ടുകൾക്കുള്ളിലായി നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 3 ഇരുട്ടുകൾ, ഗർഭാശയ ഭിത്തി, അതേപോലെ തന്നെ അടിവയറിന്റെ ഭിത്തി, ആംനിയോൺ, കോറിയോൺ, പാട, ഈ 3 ലെയറുകൾക്കുള്ളിലായിട്ടാണ്, 3 പാളികൾക്കുള്ളിലായിട്ടാണ് നമ്മൾ വളരുന്നത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായ പരാമർശങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓരോ വിഷയങ്ങളിലും പറയുന്ന കൃത്യത നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഖുർആനിലെ 75-ാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 3-4 വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിരലടയാളങ്ങൾ, വിരൽത്തുമ്പുകൾ മനുഷ്യരുടെ വിരൽത്തുമ്പുകൾ അദ്വിതീയങ്ങളാണ് എന്ന്. അഥവാ നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും അതേപോലെ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നവനാണ് പടച്ച തമ്പുരാൻ എന്നുള്ള വസ്തുത വ്യക്തമാക്കിയപ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തങ്ങളാണ് എന്ന് 1880 മാത്രമാണ് നമുക്ക് മനസ്സിലായത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയായിരുന്നു ഇത്. തായ്ലൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മഹാപണ്ഡിതനായ ഹിതാക്കി ഗിഷോവോ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 56-ാമത്തെ വചനം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം അത് അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ശിക്ഷയെക്കുറിച്ചാണ്. പരലോകത്ത് നരകത്തിലിട്ട് ശിക്ഷിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ശിക്ഷ ആസ്വദിക്കുവാൻ വേണ്ടി തൊലികൾ മാറ്റി മാറ്റി കൊടുക്കും. തൊലികളും ശിക്ഷയും തമ്മിൽ ബന്ധമുണ്ട്. മനുഷ്യർക്ക് വേദന അനുഭവിക്കുവാൻ സാധിക്കുന്ന, വേദന അനുഭവിപ്പിക്കുന്ന റെസപ്റ്റേഴ്സ്, ആ സ്വീകരണികൾ തൊലികളിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. തൊലികളില്ലെങ്കിൽ, തൊലികൾ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ വേദന അനുഭവിക്കുന്ന അവസ്ഥക്ക് മാറ്റമുണ്ടാകും എന്നുള്ള വസ്തുത നമുക്കിപ്പോഴാണ് മനസ്സിലായത്. തൊലികളിലെ നോസിസെപ്റ്ററുകളിലൂടെയാണ് വേദന തലച്ചോറിലെത്തുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശരീരം മുഴുവനും പൊള്ളിപ്പോയ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാർ കുത്തിനോക്കുകയും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവുകയും ചെയ്യുന്നത്. ഇക്കാര്യം കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും പരിശോധിക്കുവാൻ സന്നദ്ധമായി. അങ്ങനെ പരിശോധിച്ച് അദ്ദേഹത്തിന് അവസാനം ബോധ്യപ്പെട്ടു ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന്. അദ്ദേഹം
റിയാദിൽ വെച്ച് നടന്ന 7ാം സൗദി മെഡിക്കൽ കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ആഖിറു ദഅവാന